കളില് ക്ലിയർ ആണോ? അൽഹംദുലില്ലാ. ശബ്ദം കുറച്ച് കൂട്ടിയാൽ മതി. ഞാനിപ്പോ പറഞ്ഞത് ഒരു സത്യവിശ്വാസി, ഒരു യഥാർത്ഥ വിശ്വാസി എന്നാൽ അള്ളാഹുവും റസൂലും നമ്മളോട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ഒരു സംശയവും കൂടാതെ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം, അല്ലെ? അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറയുന്നത്. ആ വിശ്വാസികളിൽ നമ്മൾ ഓരോരുത്തരും, ഞാൻ എന്ന പോലെ ഓരോരുത്തരും എന്താണ് ആ ഒരു വിശ്വാസികളിൽ പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ കുറേ ഭാഗങ്ങളിൽ യഥാർത്ഥ വിശ്വാസികളുടെ അടയാളങ്ങളായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. അപ്പൊ എന്ത് ചെയ്യണം, ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. റബ്ബ് നമ്മളോട് പറയുന്ന, നമ്മളോട് ചോദിക്കുന്ന ഗൗരവമേറിയ ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. സത്യവിശ്വാസികളുടെ അടയാളങ്ങളായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തരുവാനും റബ്ബിലേക്ക് ഏറ്റവും കൂടുതലായി അടുപ്പിക്കുവാനും ഇന്നത്തെ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് അന്വജും ശരിയാ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള അർഷദ അഷ്റഫാണ്. അവരെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവരും എന്ത് ചെയ്യുക, ക്യാമറ ഓഫ് ആണെങ്കിലും മറ്റു തിരക്കുകളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് കുറച്ച് നേരത്തേക്ക് നമ്മൾ റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കുറച്ച് സമയം മാറ്റി വെക്കുക. എല്ലാവർക്കും ഈ ഒരു ഇന്നത്തെ ക്ലാസ്സിലൂടെ അവനിലേക്ക് അടുക്കുവാൻ വേണ്ടി എല്ലാവരെയും റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അർഷദ മുലിമ. ജസാക്കുമുല്ലാഹു ഖൈർ സലീഷത്ത. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ അനുഗ്രഹം കൊണ്ട് നമ്മളിവിടെ വീണ്ടും ഒരു ജൽസയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഏറ്റവും നന്നായി ഉപകാരപ്പെടുത്തുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തുമാറാട്ടെ. ആമീൻ. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാഹില്ലദീ അൻസലൽ ഖുർആന ഹുദൻ വനൂറ وجعله حياة للقلوب وضياء للدروب. الحمد لله الذي شرف أهل القرآن ورفع منزلتهم في الدنيا والآخرة. اللهم لك الحمد حتى ترضى ولك الحمد إذا رضيت ولك الحمد بعد الرضا يا رب. الحمد لله رب العالمين. എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, സുബ്ഹാനല്ലാഹ്, അള്ളാഹിനെ ഓർക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗത്തെ ഒരുക്കി വെക്കുക എന്നുള്ളത് അത് സുബ്ഹാനല്ലാഹ് സ്പെഷ്യലാണ്. അത് വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അള്ളാഹിനെ ഓർക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ടീമിനെ പരിപാലിക്കുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഒന്ന് മാത്രമാണ് നമുക്ക് ആ ഒരു ഖൈറിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. ഇനി അള്ളാഹിന്റെ തൗഫീഖ് ഇല്ലെങ്കിലോ നമ്മളെന്താണ്, ഏറ്റവും നഷ്ടക്കാരിലേക്ക് പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. എന്താണ്? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക് വശുക്രിക് വഹുസ്നി ഇബാദതിക്. അല്ലാഹ്, നിന്നെ ഓർക്കുന്നതില്, നിനക്ക് ശുക്ർ ചെയ്യുന്നതില്, വഹുസ്നി ഇബാദതിക്, നിനക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ അല്ലാഹ് എന്നെ എന്ത് ചെയ്യണം? അഇന്നി, എന്നെ സഹായിക്കണേ എന്നാണ്. അപ്പോ ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരമായിക്കൊണ്ട് തശഹുദിന്റെ അവസാനത്തിലാണെങ്കിലൊക്കെയും ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണേ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ ആരംഭിക്കുകയാണ്. സൂറ ഹുജറാത്ത് നമുക്കറിയാം, സുബ്ഹാനല്ലാഹ്, വലിയ അഥവാ ഒരുപാട് കാര്യങ്ങൾ ഒരു മനുഷ്യനെ പഠിപ്പിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഹുജറാത്ത്. അഖ്ലാഖിയായിട്ടുള്ള ഒരുപാട് അദബുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ഹുജറാത്തിലെ 15-ാമത്തെ ഒരായ, അതാണ് ഇന്ന് നമ്മുടെ പ്രതിപാദ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയാണ്, ഒരു കൂട്ടരെ കുറച്ച് ക്വാളിറ്റീസ് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇവര് മാത്രാണ് എന്ത്, വിശ്വാസികൾ. നമ്മളെ ക്യാപ്ഷനുകൾ കണ്ടിട്ടുണ്ടാവില്ല, ഇവര് മാത്രാണ് വിശ്വാസികൾ. സുബ്ഹാനല്ലാഹ്.
എന്താണ് അള്ളാന്റെ ഇബാദുകളായിട്ടുള്ള അള്ളാന്റെ എന്താ പറയാ അടിയാത്തികളായിട്ടുള്ള നമ്മൾ ഓരോരുത്തർ ആഗ്രഹിച്ചിട്ടില്ലേ അത് കണ്ട സമയത്ത് ഞാൻ ഈ ഗ്രൂപ്പിൽ പെടോ, ഞാനിതിൽ പെട്ടിട്ടുണ്ടാവോ എന്ന് നമ്മളെല്ലാരും എന്ത് ചെയ്തിട്ടുണ്ടാവും, ചിന്തിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പോ ഇൻഷാ അള്ളാ ഇന്ന് നമ്മള് ആ ക്വാളിറ്റീസ് നമുക്കുണ്ടോ, ആ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കാൻ പോണത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ ആയയിൽ പറയുന്നതായി കാണാൻ പറ്റും. തീർച്ചയായിട്ടും അള്ളാന്റെ മുഅ്മിനീങ്ങൾ എന്താണെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയണം. എന്താണ്? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ് ഉലൈക ഹുമുസ് സാദിഖൂൻ. സുബ്ഹാനല്ലാഹ്. ഇത്ര ഉള്ളു ആയ. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ആയാണ് അല്ലെ. ഒന്ന് ആലോചിക്ക്. ഒരു മിനിറ്റ് ഞാൻ തരാം. നമ്മൾ എത്ര സ്പീഡിൽ ഓതിപ്പോണ ആയാണിത്. ഹാമിൻ ജുസ് കഴിഞ്ഞവരായിരിക്കും ഇതിൽ ഭൂരിഭാഗം പേരുണ്ടാവുക, അല്ലെങ്കിൽ അത് പഠിക്കുന്ന ഹുജറാത്ത് കഴിഞ്ഞിട്ടുള്ളവരായിരിക്കും ഇതിലുണ്ടാവുക. സുബ്ഹാനല്ലാഹ്, നമ്മൾ എത്ര സ്പീഡിൽ പോകുന്ന ഒരായാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്ന, ഇവിടെ പറഞ്ഞു തരുന്ന ക്വാളിറ്റീസ് ഉണ്ട്. ഈ ക്വാളിറ്റീസ് ഉള്ളവര് മാത്രാണ്, ഈ 3 ക്വാളിറ്റികൾ ഉള്ളവര് മാത്രമാണ് മുഅ്മിനീങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു ആയത്തിൽ പറയാണ്. സുബ്ഹാനല്ലാഹ്, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല പ്രയോഗിച്ച പദം എന്താ? മുഅ്മിനീൻ എന്നാണ് അല്ലെ, മുസ്ലിമീൻ എന്നല്ലല്ലോ. സുബ്ഹാനല്ലാഹ്, അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന. പക്ഷെ നമ്മൾ ഈ ഒരു ആയത്തിനെ വായിക്കുന്നത് പലപ്പോഴും നമ്മളെ ജീവിതം കൊണ്ട് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാവും അറിയോ? ഇന്നമൽ മുസ്ലിമൂൻ അല്ലദീന എന്നാവും. കാരണം നമുക്ക് പലപ്പോഴും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം. എനിക്കെന്താണ് യഥാർത്ഥത്തിൽ ഖുശൂ കിട്ടുന്നില്ല, ലദ്ദത്ത് കിട്ടുന്നില്ല, ഞാൻ എന്താണ് ദുനിയാവിന്റെ പളപ്പളപ്പിൽ ദുനിയാവിന്റെ ആകർഷണതയിൽ വീണു പോവാണ്, എനിക്കൊരു റാഹത്ത് കിട്ടണില്ല, എനിക്കൊരു സമാധാനമില്ല, ഞാൻ മാത്രം എന്താ അങ്ങനെ, എനിക്ക് മാത്രം എന്താ അങ്ങനെ, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. എനിക്ക് മാത്രം എന്താ വേദന, എനിക്ക് മാത്രം എന്താ പരീക്ഷണം, ഞാൻ മാത്രം ഇങ്ങനെ ഉള്ളല്ലോ, അപ്പുറത്ത് അവർക്ക് ഇങ്ങനെ ഇല്ലല്ലോ, ഇങ്ങനെ ഇല്ലല്ലോ എന്നുള്ളതൊക്കെ തോന്നിയേക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇപ്പോഴും എന്താണ്, പല സമയങ്ങളിൽ നമ്മൾ മുസ്ലിങ്ങൾ മാത്രമായിട്ടുള്ളൂ. ആ ഇസ്ലാം നമ്മുടെ ഇസ്ലാം തന്നെ പരിപൂർണമായിക്കണോ നമ്മളവിടെ ചെക്ക് ചെയ്യണം. ഇസ്ലാമും ഈമാനും നല്ല വ്യത്യാസമുണ്ട്. ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങള് നിങ്ങൾ എന്തെങ്കിലും പണിയെടുക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് കേട്ട് പോകാതെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. കാരണം ഈ ക്വാളിറ്റീസ് നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ എന്തായി, നഷ്ടക്കാരായി. വർഷങ്ങളോളം സൂറത്തുൽ ഹുജറാത്ത് ഓതിയിട്ടും ഹുജറാത്ത് അത്രമേൽ ഹൃദ്യസ്ഥമാക്കിയിട്ട് പോലും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റണില്ലെങ്കിൽ നമ്മളെക്കാൾ വലിയ നഷ്ടക്കാര് വേറെ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ഈ ക്വാളിറ്റീസ് ഇൻഷാ അള്ളാന്റെ തൗഫീഖിനെ കൊണ്ട് ഇന്ന് ഈ ഒരു ജൽസ കഴിഞ്ഞ് ഇവിടുന്ന് പിരിയുമ്പോ ഈ ക്വാളിറ്റികൾ ഉള്ള ഒരു മുഅ്മിനത്തായിരിക്കണം ഞാൻ എന്നുള്ള ഒരു ഡിസിഷൻ ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തരും എടുത്തിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമതായിക്കൊണ്ട് മുഅ്മിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുഅ്മിൻ എന്ന് പറയുന്ന സമയത്ത് വെറും ഇസ്ലാം അത് എന്താ പറയാ, ഞാൻ മുസ്ലിം ആണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മാത്രം അവിടെ ഒരു മുഅ്മിനാവൂല. മുഅ്മിനാവണമെങ്കിൽ മനസ്സിൽ സത്യപ്പെടുത്തണം, എന്റെ അല്ലാഹ് അല്ലാതെ വേറൊരു ഇലാഹില്ല, അല്ലാഹ് മതി. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഭയങ്കരാണ്. സുബ്ഹാനല്ലാഹ്. അത് നമ്മളെ ജീവിതത്തിൽ അതന്നെ ഇപ്പോഴും ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഭയങ്കര ചെക്ക് ചെയ്യണം. കാരണം ഒരു വേദന വരുന്ന സമയത്ത്, ഒരു സങ്കടം വരുന്ന സമയത്ത്, പെട്ടെന്നൊരു ആഘാതം ഉണ്ടാവുന്ന സമയത്ത്, പ്രതീക്ഷിക്കാതെ പലതും നഷ്ടപ്പെടുന്ന സമയത്ത്, എന്താ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്ത് സന്തോഷം കിട്ടുന്ന സമയത്ത്, വല്ലാത്തൊരു സർപ്രൈസ് കൺമുന്നിൽ വരുന്ന സമയത്ത്, നമ്മൾ ആഗ്രഹിച്ചതിലേറെ നമ്മൾ നല്ല മികവോടുകൂടി വളരുന്ന സമയത്ത്, ഇവിടെ ഒക്കെയും ഞാന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ആർക്കാണ്? ഒരു വേദന വരുമ്പോത്തിന്, അല്ലെങ്കിൽ ഒരു സംഭവം നഷ്ടപ്പെടുമ്പോത്തിന് നമ്മൾ ആദ്യം പോയിട്ട്
എനിക്കത് പോയല്ലോ, ഇനി ഞാൻ എന്താ ചെയ്യാ, എന്തെങ്കിലും വഴി ഉണ്ടോന്ന് എന്നുള്ളൊരു ഒരു പരക്കം പാച്ചില്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അന്വേഷണം നടത്തുന്നത് നമ്മൾ ആരുടെ? നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ എന്താ പറയണത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. അല്ലാണ്ട് വേറൊരാളില്ല. അപ്പൊ സുബ്ഹാനല്ലാഹ് ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു വേദന വരുന്ന സമയത്ത് നമുക്ക് ആര് മതി? ആ ഷഹാദ, നമ്മളെ ഫസ്റ്റ് ഷഹാദ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആര് മതി? കിന്റെ അള്ള മതി. എന്തൊക്കെ ഉണ്ടായിക്കോട്ടെ, സഹിക്കാൻ പറ്റാത്ത രോഗങ്ങൾ മുന്നിൽ ഉണ്ടായിക്കോട്ടെ, കിന്റെ അള്ള മതി. സഹിക്കാൻ പറ്റാത്ത നഷ്ടങ്ങൾ ഉണ്ടായിക്കോട്ടെ, കിന്റെ അള്ള മതി. സുബ്ഹാനല്ലാഹ്. അതാണ് നമ്മുടെ മുൻകഴിഞ്ഞിട്ടുള്ള നബിമാർ ഓരോരുത്തരും നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യം. എനിക്കെന്റെ അള്ള മതി, ഹസ്ബി അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഈ ഒരു ആയത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹ്. അള്ളാഹിൽ വിശ്വസിക്കുന്നവരാണ് ആ മുഅ്മിനീങ്ങളെ ഫസ്റ്റ് ക്വാളിറ്റി എന്താണ്? അവര് തീർച്ചയായും സത്യവിശ്വാസികൾ ആരാണ്? ആമനു ബില്ലാഹ്, അള്ളാഹിൽ വിശ്വസിക്കുന്നവരാണ്. ആ വിശ്വാസം എങ്ങനെയാണ് പൂർത്തിയാകുന്നത്? നമുക്ക് എല്ലാ തരത്തിലും നമ്മുടെ എല്ലാ കോണിൽ നിന്ന് നോക്കുകയാണെങ്കിലും നമ്മളെ റബ്ബിനെ മതിയായതാണ്. അവിടെ ഫുൾ സ്റ്റോപ്പ് ആണ്, അല്ലെങ്കിൽ കുത്തും കോമയല്ല. അള്ളയും വേണം, പിന്നെ അള്ളാനൊപ്പം അല്ലെങ്കിൽ ഓക്കെ, അള്ളഹാനോട് ചോദിക്കാം, അതോടൊപ്പം തന്നെ അങ്ങനല്ല, എനിക്ക് അള്ള മതി അല്ലെ? സുബ്ഹാനല്ലാഹ്. ഇതിലുള്ള ഓരോരുത്തർക്കും ആ ഒരു എന്താ പറയാ, ആ ഒരു അനുഭൂതി ഇതിലുള്ള ഓരോരുത്തർക്കും അറിയുന്നുണ്ടാവും. അള്ളാനിലും വരമേൽപ്പിച്ച് എനിക്ക് എന്റെ അള്ള മതി എന്ന് പറഞ്ഞതിന്റെ ആ ഒരു സന്തോഷം നുകർന്നവരാണ് സുബ്ഹാനല്ലാഹ് ഇവിടെ ഇരിക്കുന്ന എല്ലാരും തന്നെയും. അങ്ങനെ തന്നെ ആണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തന്നെ നമ്മളെ മരണം വരെയും ആക്കട്ടെ. സുബ്ഹാനല്ലാഹ്. നമ്മളെ ഏറെ സ്നേഹിക്കുന്ന, മറ്റാരെക്കാളും നമ്മളെ വേദന അറിയുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലെ? സുബ്ഹാനല്ലാഹ്. അള്ളാഹ് എനിക്കതൊന്ന് തരുമല്ല, അള്ളാഹ്ക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ശരിക്കും സുബ്ഹാനല്ലാഹ്, 1-2 ദിവസത്തിനുള്ളിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം അള്ളഹാനോട് ആ ഒരു ആഗ്രഹം ഉള്ളിൽ ഇങ്ങനെ ചെറുതായി പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പോത്തിന് അള്ളാഹ് സുബ്ഹാനഹു വ തആല അതിനെ യാഥാർത്ഥ്യമാക്കുന്നു. ചില കാര്യങ്ങൾ അള്ളഹാനോട് കുറേ ചോദിക്കുന്നുണ്ടാവും, പക്ഷെ നമുക്കത് നിലവില് കറന്റിൽ ഇപ്പൊ കിട്ടിയിട്ടില്ലെങ്കിൽ കൂടി ആ അള്ളഹാനോട് ചോദിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു റിലാക്സ് ഉണ്ട് അല്ലെ? ശരിക്കും സുബ്ഹാനല്ലാഹ്. നമുക്ക് വേണമെങ്കിൽ ഇന്ന് എന്ത് ചെയ്യാം, നമുക്കൊരു പരീക്ഷണം നടത്താം. സെയിം കാര്യം, ഒരു മിഠായി വേണമെന്നുള്ള, ഓക്കെ, ഒരു ചോക്ലേറ്റ്, ഒരു 50 രൂപന്റെ ചോക്ലേറ്റ് വേണമെന്ന് ഒരു 10 തവണ ഉപ്പാനോട് പറയണം. ഓക്കെ, നിങ്ങളെ ഉപ്പാനോട് പറയാം, നിങ്ങളെ ബ്രദറിനോട് പറയാം, അല്ലെങ്കിൽ ഉമ്മാനോട് പറയാം, കാക്കാനോട് പറയാം, കിട്ടിയാലും പറയാം, കിട്ടിയില്ലെങ്കിലും പറയാം. 10 തവണ ഒരു ചോക്ലേറ്റ് വേണം. 10 തവണ അത് ഒരുമിച്ച് ഇങ്ങനെ ചോക്ലേറ്റ് വേണം, ചോക്ലേറ്റ് വേണം, ചോക്ലേറ്റ് വേണം അങ്ങനെ പറയാതെ ഇടവിട്ട് ഇന്ന് ഒരു ദിവസം നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്യാം അല്ലെ? ഒരു 10 തവണ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അയച്ചിട്ട് സ്വർണം ചോദിക്കൊന്നും ചെയ്യരുത്, കാരണം സ്വർണത്തിനൊക്കെ ഭയങ്കര വിലയിരിക്കും. സാധനം നമുക്ക് കിട്ടുന്ന ഉറപ്പുള്ള എന്തെങ്കിലും ഒന്ന് ഒരു 10 തവണ ചോദിക്കാം. 10ാമത്തെ തവണ ചോദിക്കുമ്പോത്തിന് ചിലപ്പോ നമുക്ക് 9 തവണ ചോദിച്ചപ്പോഴും 9 ചോക്ലേറ്റ് തന്നിട്ടുണ്ടാവും. ഒരു 10ാമത്തെ തവണയും ചോദിക്കുമ്പോൾ ചിലപ്പോൾ തരുമായിരിക്കും. അതോടൊപ്പം 2-3 കമന്റ്സും വരും, ഇനി ഇന്ന് ചോദിച്ചോ വരുത്, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കമന്റുകൾ വരും. സുബ്ഹാനല്ലാഹ്. അതിൽ നമുക്ക് അവിടെ മടുക്കാൻ ചാൻസ് ഉണ്ട്. അതിലവിടെ നമ്മൾ മടുക്കും, പിന്നെ നമുക്ക് വല്ലാതെ ചോദിക്കാൻ തോന്നൂല. ഇതൊരു ചോക്ലേറ്റിന്റെ വിഷയമാണെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത വേദനകള് ഒരു മനുഷ്യനോട് 10 തവണ അത് ആവർത്തിച്ച് നമ്മൾ പറയുന്നതിന്റെ ആ ഒരു എന്താ പറയാ, ആ ഒരു ഹെവിനെസ് ഒന്ന് ആലോചിച്ച് നോക്കി. ആദ്യത്തെ തവണ അവര് നമ്മളെ കേൾക്കുന്നത് ഭയങ്കര ഫീലിങ്ങോട് കൂടിയിട്ടാവും. നമ്മൾ കരയുന്നതോടൊപ്പം ഓരും ഇങ്ങനെ അവരെ കണ്ണൊന്നും ധാരധാരായിട്ട് കണ്ണീരൊഴുകിയിട്ടുണ്ടാവും. മനസ്സിലാക്കണം, ഓരോ മനുഷ്യന്മാരാണ്, നമ്മൾ മനുഷ്യന്മാരാണ്. 2ാമത്തെ തവണ പറയുമ്പോൾ അവര് കരച്ചിലൊക്കെ മാറ്റിയിട്ടുണ്ടാവും, എന്നാലും അവർക്ക് വേദന ഉണ്ടാവും, അവർ നമ്മളെ തലോടും. 3ാമത്തെ തവണ പറയും നമ്മൾ സെയിം കാര്യം, നമ്മൾ കരഞ്ഞിട്ട് തന്നെ ആവും പറയുന്നുണ്ടാവുക. പറയുമ്പോൾ എന്താ, അവര് കുറച്ച് ബോൾഡ് ആവും. അവരൊന്നും കൂടെ, ആ നേരത്തെ തളർന്നിരുന്ന ആള് ബോൾഡായി കേൾക്കും. 4ാമത്തെ തവണ പറയുമ്പോ അവര് കുറച്ചും കൂടെ അതന്നെ അങ്ങനെ നമ്മൾ പറയുന്നതിന് മുൻകൂട്ടി വെച്ചിട്ട് അവരെ മൂളക്കങ്ങളും റിപ്ലൈകളും വരും. 5ാമത്തെ തവണ പറയുമ്പോൾ അവര് ചിലപ്പോൾ നല്ല ബോൾഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് തരും. ഇനി 6ഉം 7ഉം 8ഉം 9ഉം 10ഉം തവണ പറയുമ്പോൾ അവര് പറയും, ആദ്യം നീ ഇത് പറഞ്ഞ പോലെ ചെയ്യ്,
എന്നിട്ട് വാ, എന്നിട്ട് പറയും ഈ ഇങ്ങനെ മൂടായി ഇരിക്കല്ലേ, ഇങ്ങനെ തളർന്നിരിക്കല്ലേ, അതിങ്ങനെ ഈ ഒന്ന് എണീക്ക്, ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ട്. അവര് മനുഷ്യന്മാരാണ്, അവരും നമ്മളെ പോലെയുള്ള മനുഷ്യന്മാരാ. അവർക്ക് നമ്മളെന്താണ് ആക്റ്റീവ് ആവണം. നമ്മളുടെ ആ ഒരു വേദന അവിടെ, പ്രോബ്ലം അതവിടെ സോൾവ് ആയോ എന്നുള്ളത് അവർക്ക് എത്രത്തോളം നോക്കാൻ പറ്റും, അതിന് പരിധി ഉണ്ടല്ലേ. പക്ഷെ സുബ്ഹാനല്ലാഹ്, അള്ളാഹിനോട് ഓരോ തവണ പറയുന്നവരും ഞാനും എന്റെ അള്ളയും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ആ ഒരു ഗാഠത ഒന്ന് ആലോചിക്ക്. ഒന്നാമത്തെ തവണ പറയുമ്പോ ഉണ്ടാവുന്ന ഫീലിംഗ് ആവില്ല രണ്ടാമത്തെ തവണ, 3ഉം 4ഉം 5ഉം 6ഉം 7ഉം 8ഉം 9ഉം 10ഉം 10ാമത്തെ സുജൂദിൽ കിടക്കുമ്പോഴും സുബ്ഹാനല്ലാഹ് നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ്, ആ ഒരു റിലാക്സേഷൻ, അത് ഈ ദുനിയാവില് വേറെ എവിടെ പോയാലും കിട്ടൂല. നമ്മുടെ സുജാതയിൽ ഇരുന്നിട്ട്, ആ ഇരുട്ടടഞ്ഞ റൂമിൽ ഇരുന്നിട്ട് അള്ളാന്ന് വിളിക്കുന്ന ആ നെടുവീർപ്പ് മതി, നമ്മൾ പറയണമെന്നേ ഇല്ല, നമുക്ക് അവിടെ റിലാക്സേഷൻ കിട്ടിയിട്ടുണ്ടാവും. ഒരു മലയോളം വന്നാലേ നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല, തല കനപ്പിച്ച തലഭാരമായിട്ട് നമ്മൾ സുജൂതി കിടന്ന് എവിടുന്നാണ് സുബ്ഹാനല്ലാഹ് ആ ഒരു 3ഓ 4ഓ കണ്ണീർ തുള്ളികൾ ആ സുജാതയില്, ആ മുസല്ലയില് വീഴുന്നതോടുകൂടി ആ തലയിലെ ഭാരൊക്കെ എങ്ങെടുക്കാൻ പോയത് ഒന്ന് ആലോചിക്ക്. സുബ്ഹാനല്ലാഹ്, ഇവിടെയാണ് ഇത് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മുക്കിലും മൂലയിലും എനിക്ക് എന്റെ അള്ളയാണ് വേണ്ടത്, എന്റെ അള്ള അല്ലാതെ എന്നെ മനസ്സിലാക്കാൻ വേറൊരാളില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ മുഅ്മിനീങ്ങളാവാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണിത്. അള്ളാഹ് പറഞ്ഞത് എന്താ, ഇവര് മാത്രാണ് മുഅ്മിനാത്തുകൾ എന്നാണ് അല്ലേ. അപ്പൊ ഫസ്റ്റ് നമ്മൾ സെറ്റായി. നമ്മൾ ഇനി അങ്ങനെ എന്ത് ചെയ്യണം, അത് ആസ്വദിക്കണം, റബ്ബിനെ അറിയണം. അള്ളാനെ അറിയുമ്പോ മാത്രാണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുള്ളൂ. അള്ളാനെ എങ്ങനെ അറിയും? അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ നോക്കി, രാവിലെ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ആകാശങ്ങൾ നോക്ക്. സുബ്ഹാനല്ലാഹ്, ഇപ്പോ എന്താണ് ആ പൗർണമി ടൈം ആണല്ലോ, രാത്രികളിൽ ആ ഫുൾ മൂണിനെ കാണാൻ പറ്റും, പകലിൽ ഏകദേശം അതിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡിൽ നമുക്ക് കാണാൻ പറ്റും. സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, ആ സൂര്യൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉദിച്ചിങ്ങനെ മെല്ലെ ഇങ്ങനെ തല പൊക്കണ സമയത്തുള്ള ഒരു ആകാശത്തിന്റെ ഭംഗി, മെല്ലെ തല പൊക്കി പൊക്കി അരയാവുന്ന സമയത്തുള്ള ഒരു ഭംഗി, അത് പൂർണ്ണമായിട്ട് പൊങ്ങി വരുന്ന സമയത്ത് ആകാശത്തിന്റെ ഭംഗി, അത് പിന്നെ അതിന്റെ ഉച്ചിയിലെത്തുമ്പോ ആകാശത്തിന്റെ ഒരു വെളിച്ചം. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ എന്തിനാ അള്ളാഹ് ഉണ്ടാക്കിയത്? ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാന്റെ ഉലുൽ അൽബാബുകൾക്ക്, അള്ളാന്റെ ബുദ്ധിയുള്ള, അള്ളാന്റെ ഇഷ്ടപ്പെട്ട അടിമകൾക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തണ്ട്. മനുഷ്യന്മാരെ നോക്കി, നമ്മളെ ശരീരത്തിലേക്ക് നോക്കി, അള്ളാഹ് സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉകൾ ഓരോന്ന് പഠിക്ക്. അള്ളാഹ് സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു സിഫത്തിന്, ആ ഒരു അസ്മാഇന് വേറൊരാളുണ്ട്. അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ വേറെ ഫീലിംഗ് ആണ്, അർ റഹീം എന്ന് പറഞ്ഞാൽ വേറെ ഫീലിംഗ് ആണ്, അൽ വദൂദ് എന്ന് പറഞ്ഞാല് അത് പറയാൻ പറ്റാവുന്നതിലും അപ്പുറമുള്ള ഒരു സ്നേഹാണ് അള്ളാന്റെ വുദ്. സിത്തീർ എന്ന് പറയുന്ന സമയത്ത് പ്രിയപ്പെട്ട ഒരു സുബ്ഹാനല്ലാഹ് ഒന്ന് ആലോചിക്ക്. ഈ ഞാനും നിങ്ങളൊക്കെ ഉണ്ടല്ലോ, മനുഷ്യന്മാരെ മുന്നിൽ ഇങ്ങനെ തല ഉയർത്തി ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ആരാണ് നസ്രീൻ എന്ന് ചോദിക്കുമ്പോ സമയത്ത് ഞാനാണ് നസ്രീൻ എന്ന് പറയാൻ ആ ഒരു ഇസ്സത്ത് നമുക്ക് വരുന്നുണ്ടല്ലോ. ആരാണ് ഹസീമ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാനാണ് ഹസീമ എന്ന് പറയാനുള്ള ഒരു ഇസ്സത്ത് നമുക്ക് വരുന്നുണ്ടല്ലോ. എവിടുന്നാ? അള്ളാഹ് നമ്മളെ മുൻപില്, നമ്മുടെ ന്യൂനതകൾക്ക് മുൻപിൽ വെച്ചിട്ടുള്ള ആ ഒരു മറല്ലേ. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ അള്ളാന്റെ അസ്മാകൾ ഓരോന്ന് പഠിക്കാൻ നമ്മൾ ശ്രമിക്കുക. എന്തിനാണ് നമ്മളെ ഈ അള്ളാഹ് സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ അയച്ചിരിക്കുന്നത്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാനെ ഇബാദത്ത് ചെയ്യാനല്ലാതെ ഒരാൾ ഇവിടെ പഠിച്ചിട്ടില്ല എന്ന് അള്ളാഹ് പറയാണ്, ജിന്നിനെയും മനുഷ്യന്മാരെയും. അപ്പൊ നമ്മുടെ ആദത്തുകൾ, ഒന്നാമത്തെ വിഷയം ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് കുറെ വന്ന് അടിക്കടിക്ക് അടിയുന്നില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കണേ. അങ്ങനെയാണെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഒന്നാമത്തെ ഇതിലെ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള വിഷയം, ഒന്നാമത്തത് അള്ളാഹ് സുബ്ഹാനഹു വ തആലയെ അവന്റെ ദൃഷ്ടാന്തങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തത് അള്ളാഹ് സുബ്ഹാനഹു വ തആലയെ അവന്റെ അസ്മാ വസിഫാത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇതോടൊപ്പം തന്നെ ഇതിനെ ഒരു എന്താ പറയാ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ ഒരു കാര്യം ഇബാദത്ത് എന്നുള്ളത്. അത് നമ്മളെ റുട്ടീനുകളെ പോലും നമ്മളെ ഇബാദത്തുകളാക്കി. സുബ്ഹാനല്ലാഹ്, കുറെ കിച്ചൺ ഹാക്കുകൾ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും. സുബ്ഹാനല്ലാഹ്,
അടുക്കളകളിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. നമ്മൾ ചിലപ്പോ ബൈ മിസ്റ്റേക്ക് ഉണ്ടാക്കിയ പല ഭക്ഷണങ്ങളും അത് ഏറ്റവും ബെസ്റ്റ് ആവുന്നത് അതിന് പിന്നിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അത്തരത്തിൽ ഓരോന്നിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ, അവന്റെ കാരുണ്യത്തെ, അവന്റെ പരിഗണനയെ മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞ് അങ്ങനെ അള്ളാഹു മാത്രാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, എനിക്ക് അല്ലാതെ ഒരു ഇലാഹില്ല എന്ന് നമ്മളെ ഹൃദയത്തിൽ കാഴ്ന്നിറങ്ങി ഏത് പ്രതികൂലായിക്കോട്ടെ അനുകൂലായിക്കോട്ടെ എനിക്കെന്റെ അള്ള മതിന്ന് ഇസ്സത്തോടു കൂടി പറയാനും ആ ഒരു എന്താ പറയാ, ആ ഒരു ഇസ്സത്ത് നമ്മുടെ ജീവിതത്തിലും നമ്മളെ മുഖത്തും നമ്മുടെ പ്രവർത്തനത്തിലും നമ്മുടെ വാക്കുകളിലും ഒക്കെ പ്രതിഫലിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ മുഅ്മിനീങ്ങളുടെ ഫസ്റ്റ് ക്വാളിറ്റി എന്താ? ആമനു ബില്ലാഹി. രണ്ടാമത്തത് എന്താണ്? സുബ്ഹാനല്ലാഹ്, ബില്ലാഹി വ റസൂലിഹി. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനു ബില്ലാഹി വ റസൂലിഹി. രണ്ടാമത്തത്, ഒന്നാമത്തെ ക്വാളിറ്റി നമ്മൾ പറഞ്ഞു ബില്ലാ, അള്ളാലൊരു മുഅ്മിനീങ്ങളായിരിക്കും. ആമനു എന്നാണ് പറഞ്ഞത്. ആമനുവിനെ ഞാൻ വീണ്ടും ഒന്നും കൂടെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യിക്കാണ്. എപ്പോഴാണ് ഈമാൻ പൂർണ്ണാവുക? അത് നമ്മളെ മനസ്സിനെ കൊണ്ട് നമുക്ക് സത്യം ഫോർ ഷുവർ ഇരിക്കണം, അതവിടെ സീലായി. എനിക്ക് അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്നുള്ളത് നമുക്ക് അവിടെ ഉറപ്പാണ്. നമ്മളത് അനുഭവിച്ച് ഉൾക്കൊണ്ടു, അതവിടെ സീൽ ചെയ്തു. രണ്ടാമത്തത് എന്താണ്? നമ്മളെ നാവ് പ്രഖ്യാപിക്കണം. എപ്പോഴാണ് നമ്മളെ നാവ് ഇങ്ങനെ അത് പറയാ? അത് നമ്മൾ അനുഭവിച്ച് നമുക്കത് ബോധ്യമായി, അത് നമുക്ക് പകൽ വെളിച്ചം പോലെ നമുക്ക് ബോധ്യമായി, അതിൽ നമ്മൾ ആഴ്ന്നിറങ്ങി അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴാണ് നമുക്കത് വ്യക്തമായി പ്രഖ്യാപിക്കാൻ പറ്റും, അല്ലെ? മൂന്നാമത്തത് എന്താണ്? നമ്മളെ കർമ്മങ്ങളിലൂടെ തെളിയണം. അതാണ് ഈമാന്. നീ ഈമാൻ എന്നുള്ളത് ഞാൻ എല്ലായിടത്തും പറയില്ല, നിങ്ങൾ എല്ലായിടത്തും വെക്കണം. ആമനു ബില്ലാ, അള്ളാഹുവിലുള്ള ഈമാൻ, അള്ളാഹുവിലുള്ള വിശ്വാസം പൂർണ്ണമായത് ഇവിടാണ്. ഈ മൂന്ന് കാര്യങ്ങൾ അവിടെ വരണം ഏത് സന്ദർഭങ്ങളിലാണെങ്കിലും. ബില്ലാഹി വ റസൂലിഹി. രണ്ടാമത്തത് ആരാണ്? വ റസൂലി, അഫ്വൻ വ റസൂലി, അള്ളാന്റെ റസൂല്. സുബ്ഹാനല്ലാഹ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പിൻപറ്റുന്നതിന് നമ്മളൊക്കെ സ്ഥാനം എവിടെയാണ്? ആലോചിച്ച് നോക്കി. സുബ്ഹാനല്ലാഹ്. നമ്മള് റസൂലിന്റെ ഉമ്മത്താണ് എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ ഇപ്പൊ പോലും ഞാൻ ആദരവായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയുമ്പോ എത്ര ആൾക്കാര് സലാത്ത് ചൊല്ലി? കറന്റ്ലി ഉള്ള ഒരു സുന്നല്ലത്. എന്റെ പേരിൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയോ ഓൻക്ക് എന്താണ് 10 സ്വലാത്ത് അള്ളാഹ് കൊടുക്കുന്ന പറഞ്ഞ. ഏറ്റവും വലിയ പിഷ്കൻ ഈ ഗ്രൂപ്പില്, ഏറ്റവും വലിയ പിഷ്കൻ ഈ ഒരു ജൽസയിൽ ഇല്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഏറ്റവും വലിയ പിഷ്കൻ ആരാണ്? നമ്മൾ മനസ്സിലാക്കണം. പിശുക്കിന്റെ ആ ഒരു നമ്മൾ അനുഭവിച്ച ഒരു ലെവലുണ്ട്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ വേദനിച്ചിട്ട് പറയില്ല, വല്ലാത്തൊരു പിശുക്കൻ അല്ലേ? ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ടോണിൽ പറഞ്ഞപ്പോ നിങ്ങൾ ചിലപ്പോ റിലേറ്റ് ചെയ്തിട്ടുണ്ടാവും ചില മുഖങ്ങളെ. അവിടെ നമ്മൾ പെട്ട സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പിശുക്കിന്റെ ഒരു വൃത്തികേട് നമുക്ക് ബോധ്യമായ ഒരു സമയം ഉണ്ടാവും. എന്നാലോചിച്ചൊക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് അതിനേക്കാൾ അപ്പുറത്ത് ഏറ്റവും വലിയ പിശുക്കൻ എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവനാണ്. അപ്പോ ആമനു ബില്ലാഹി വ റസൂലിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച അവന്റെ റസൂലുകളിലുള്ള വിശ്വാസം അതെപ്പോഴാണ് പൂർണ്ണമാകുന്നത്? ഇത് അള്ളാഹ് നിയോഗിച്ചതാ നമുക്ക് ബോധ്യം വേണം. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്, അല്ലെ? രണ്ടാമത്തത് എന്താണ്? ഞാൻ എന്റെ റസൂലിന്റെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാതയിലാണ് ഞാൻ ഉള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റണുണ്ടോ? പ്രിയപ്പെട്ടവരെ, കുത്ത് കോമ ഞാൻ ജസ്റ്റ് ഒന്ന് പോസ് അടിപ്പിക്കാണ്. നമ്മൾ എവിടുന്നപ്പോ വന്നത്? നമ്മൾ എവിടുന്നപ്പോ വന്നത്? നമ്മൾ ഹുജറാത്തിലെ 15-ാമത്തെ ആയത്തുനിന്നല്ല നമ്മൾ വന്നത്. 15-ാമത്തെ ആയത്തിൽ നമ്മൾ എന്താ അറിയാൻ ശ്രമിക്കുന്നത്? ഇവര് മാത്രമാണ് മുഅ്മിനീങ്ങൾ. അപ്പൊ ആ മാത്രമായിട്ടുള്ള മുഅ്മിനീങ്ങളുടെ ക്വാളിറ്റീസ്, അല്ലെ? സുബ്ഹാനല്ലാഹ്. ഇപ്പൊ നമ്മൾ ഇവിടെ എത്തി നിൽക്കുമ്പോ അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹുവിലുള്ള ഈമാൻ, അവന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അവന്റെ നബിമാരിലുള്ള, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ളത്
ഇനി ഒന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ, 100% ഞാനിതാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, എന്റെ ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന പാതയിലാണ് ഞാനുള്ളത്. 100% ഉറപ്പ് എന്ന് പറയാന് ധൈര്യമുള്ള ആരാണ് ഇവിടെ ഉള്ളത്? ഞാൻ ഈ ചോദ്യം, ഈ ഒരു വെല്ലുവിളി ഫസ്റ്റ് എന്നോട് ഭയങ്കര ലജ്ജയോട് കൂടിയിട്ട് ചോദിക്കാം, പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തുകൊണ്ട് അവിടെ ഉത്തരം കിട്ടണില്ല? ഇത് ഞാൻ ചോദിക്കണ സമയത്ത് ചിലപ്പോ നമ്മളെ ദിവസങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടാവും. എന്റെ ഈ ഒരു ദിവസത്തിൽ ഞാൻ എത്രമാത്രമാണ് എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളോട് ഹക്ക് പുലർത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, സ്വഹീഹായി വന്ന ഒരുപാട് സുന്നത്തുകളുണ്ട്. ആദ്യമേ ഒരു എളിയമായിട്ടുള്ള വിനീതമായിക്കൊണ്ടുള്ള ഒരു നസീഹ എന്നുള്ള രൂപത്തിൽ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബ കിറാം കാണിച്ചു തന്ന, ഇതാണ് ഏറ്റവും ഖൈറുൽ ഖർണ്, ഏറ്റവും ബെസ്റ്റ് എറ ഈ രണ്ടെണ്ണാണ്. ഈ രണ്ടുപേര്, ഈ രണ്ട് തലമുറ കാണിച്ചു തന്നിട്ടുള്ളത് എമ്പാടുണ്ട്. അതും സുബ്ഹാനല്ലാഹ് സ്വഹീഹായി വന്നത് എമ്പാടുണ്ട്. സ്വഹീഹായി വന്നത് എന്തൊക്കെയാണോ, സ്വീകാര്യമായി വന്നത് എന്തൊക്കെയാണോ അതൊക്കെയും പിൻപറ്റണേ എന്ന്, അതൊക്കെയും പിൻപറ്റാൻ ശ്രമിക്കണേ എന്ന് ആദ്യം എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ ചെയ്യാണ്. രണ്ടാമതായിക്കൊണ്ട് ആ സുന്ന പരിപൂർണമാണെങ്കിൽ ബില്ലാഹി വ റസൂലിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള ആ ഒരു പിൻപറ്റല് അവിടെ വരണമെങ്കിൽ എന്തും കൂടെ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വീകാര്യം അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച, സ്വഹാബ കാണിച്ചതാണ് എന്ന് പറയുന്നതില് ഉറപ്പില്ലാത്ത, സ്വീകാര്യമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത്, നിങ്ങൾക്ക് സംശയം ഒരു കാര്യത്തിലുണ്ടോ? ഒരു കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ, ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? നമ്മുടെ സമൂഹത്തിൽ തന്നെ ഭയങ്കര അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടോ? അതെന്ത് ചെയ്തോ? ഒഴിവാക്കിക്കോ. ആ ഒരു സുന്നത്തിന്റെ പേരിൽ ഭയങ്കര അഭിപ്രായം, അഥവാ ഒരു കൂട്ടർ അത് സുന്ന പറയുന്നു, ഒരു കൂട്ടർ അത് ബിദ്അ എന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മള് മുഅ്മിനീങ്ങളാണ്. നമ്മൾ എന്താണ്? എനിക്ക് എന്റെ അല്ലാഹ് മതി, എന്റെ റസൂലുള്ള കാണിച്ചെന്ന പാത മതി. നമുക്ക് എവിടേക്കാ പോകേണ്ടത്? നമുക്ക് ഇലാ ജന്നത്തിൽ അഅ്ല, സുബ്ഹാനല്ലാഹ്, ജന്നത്തുൽ ഫിർദൗസൊക്കെ പോകണ്ടേ. നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാ? അത് ഒഴിവാക്കിക്കോ. സ്ഥിരപ്പെട്ട ഒരുപാട് സുന്നത്തുകളുണ്ട്. സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ നമുക്ക് പണിത് തരുന്ന, സ്വർഗത്തിലെ തോട്ടങ്ങൾ നമുക്ക് പണിത് തരുന്ന, സ്വർഗത്തിലെ റസൂലുള്ളാഹിന്റെ ഒപ്പം നമുക്കുള്ള സീറ്റ് ഉറപ്പിക്കുന്ന, സ്വർഗത്തിലെ ഏറ്റവും മികച്ച 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 അനുഗ്രഹങ്ങൾ നേടിത്തരുന്ന ഒരുപാട് സൽക്കർമ്മങ്ങൾ സ്ഥിരപ്പെട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആ ഒരു പാത നമ്മൾ പിൻപറ്റുക. എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം എന്താ പറയാ? അല്ലാഹ് ഹക്കിനെ ഹക്കായി കാണിച്ചു തരാന്, ആ ഹക്കിനെ പിൻപറ്റാൻ തൗഫീഖ് തരണം അല്ലാഹ്. ബാത്തിലിനെ ബാത്തിലായി കാണിച്ചു തരാന്, അതിനെ ഒഴിവാക്കാനുള്ള തൗഫീഖ് തരണം അല്ലാഹ്. ഇതെന്റെ പ്രിയപ്പെട്ടവരെ, ഇതിലിരിക്കുന്ന ഓരോരുത്തരും ആത്മാർത്ഥമായി എല്ലാ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയത്തും ഇന്നു മുതൽ പ്രാർത്ഥിക്കണേ എന്ന് വിനീതായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിന്റെ വഅദാണ് അല്ലാഹ് പ്രാർത്ഥിക്കുന്നവർക്ക് ഉത്തരം കൊടുക്കുന്നുള്ളത്. അത് അള്ളാന്റെ വഅദാണ്. അള്ളാഹ് വാക്ക് പാലിക്കുക ചെയ്യും. അതുകൊണ്ട് നിങ്ങളിത് സ്ഥിരമായി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്ക് എന്താണോ നമുക്ക് കാണിച്ചു തരും, അതിലെ പിൻപറ്റാനുള്ള വഴി നമുക്ക് പറഞ്ഞു തരും. അതിന്റെ ആൾക്കാരൊക്കെ നമ്മൾ മാറ്റും. ബാത്തിൽ എന്താണെന്നോ കാണിച്ചു തരും, അതിനോട് അള്ളാഹ് നമുക്ക് വെറുപ്പിട്ട് തരും, അതിൽ നിന്ന് നമ്മളെ മാറ്റിത്തരും. അതുപോലെ തന്നെ ആ ബാത്തിലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള, ആ വഴികേടിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള ആൾക്കാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രത്യേകം സെക്യൂരിറ്റി നൽകുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. നമുക്ക് വേണ്ടത് സ്വർഗ്ഗമാണ്, അല്ലെ? നമുക്ക് വേണ്ടത് ജന്നത്തുൽ ഫിർദൗസ് ആണ്. രണ്ടാമത്തെ വിഷയം കഴിഞ്ഞ് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനു ബില്ലാഹി വറസൂലി. സുബ്ഹാനല്ലാഹ്. ഒരു കാര്യം, ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പറയുന്ന സമയത്ത് എന്താ പറയാ, ഓർക്കാതെ ഇരിക്കാൻ പറ്റാത്ത, അഥവാ നമുക്ക് ഇവിടെ പറയാതെ വിട്ടുപോകാൻ പറ്റാത്ത ഒരു സഹാബി ഉണ്ട്. ഞാനിങ്ങനെ പറഞ്ഞപ്പോ തന്നെ ചില ഹൃദയങ്ങളൊക്കെ ഞാൻ ഉത്തരം പറയട്ടെ എന്ന് തുടിപ്പിക്കുണ്ടാവും, അല്ലെ? തുടിക്കുണ്ടാവും. സുബ്ഹാനല്ലാഹ്. ആരുമല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ. സുബ്ഹാനല്ലാഹ്. ചരിത്രകാരന്മാര് അഥവാ സ്വഹാബ കിറാമെന്നെ പറഞ്ഞാൽ കാണാൻ പറ്റും, മുത്തബിഉസ് സുന്ന എന്നുള്ള പേരിനെ കൊണ്ട് ആദരിക്കപ്പെട്ട സ്വഹാബിയാണ്
ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ചില സലഫുകൾ, ചില സ്വഹാബ പറയുന്നത് കാണാൻ പറ്റും. നിങ്ങൾ ഇപ്പൊ എന്നോട് ചോദിക്കുകയാണ് സ്വർഗാവകാശി ആരാണെന്ന് ചോദിക്കുമ്പോ എനിക്ക് നിസ്സംശയം ചൂണ്ടിക്കാണിക്കാൻ ആരെയും പറ്റുമെങ്കിൽ ദാ ഇവരാണ് എന്ന് പറഞ്ഞിട്ട് ഇബ്നു ഉമറിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്താണ് ആ ഒരു സ്വഹാബി, ആ സ്വഹാബിക്ക് ആ ഒരു ഖ്യാതി കിട്ടിയത്? നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ രണ്ടെണ്ണാണ്. ഒന്ന്, നമുക്ക് പ്രതിഫലം കിട്ടുന്നത്. ആ പ്രതിഫലം കിട്ടുന്നത് തന്നെ എമ്പാടുമാണ്. സുബ്ഹാനല്ലാഹ്, ബഹറാണ്. സുബ്ഹാനല്ലാഹ്, ഏതൊരു നിമിഷങ്ങളിലും നമുക്ക് സുന്നത്തുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കില്ലേ, സുന്നത്തില്ലാത്ത ഒരു സെക്കൻഡ് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? സുന്നത്ത് ഫില്ലായിട്ടുള്ള. അപ്പൊ സുബ്ഹാനല്ലാഹ്, അത് കഴിഞ്ഞിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്ന അഫ്ആലുൽ ജിബില്ല എന്ന് പറയുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പേഴ്സണലി ചെയ്തിരുന്ന കാര്യങ്ങൾ, അത് നമ്മൾ ചെയ്യണം എന്നൊന്നുമില്ല. അത് ചെയ്താലും ഇല്ലെങ്കിലും പ്രതിഫലം ഇല്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്രമാത്രം ഇത്തിബാഉ സുന്ന പിൻപറ്റിയിരുന്ന ഈ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നീട് നമുക്ക് പറയാൻ പറ്റും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടക്കുന്ന പോലെ നടക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്ന പോലെ ഇരിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിൽ നിന്ന് എങ്ങനെ എണീറ്റ് പോവാ, അതുമാതിരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഭക്ഷണം കൊടുന്നു വെച്ചാൽ അതിൽ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി റസൂലുള്ളാഹിക്ക് ചിരങ്ങ ഇഷ്ടമായിരുന്നു. അപ്പൊ റസൂലുള്ളാഹി ചിരങ്ങ കഴിക്കുമായിരുന്നു. അതേമാതിരി ആയിരുന്നു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിക്കുന്ന പോലെ കഴിക്കുമായിരുന്നു. ഒരിക്കൽ അത് മാത്രല്ല, ചില മദീനയുടെ ചില ഇടവഴികളിൽ കൂടെ ഇങ്ങനെ പോകും. പിൽക്കാലത്ത് ഏറ്റവും നല്ല സിമ്പിൾ ആയിട്ടുള്ള കുറുക്കു വഴികളൊക്കെ അഥവാ നല്ല എളുപ്പ വഴികൾ വന്നിട്ടുണ്ടായിട്ട് പോലും ചില സമയങ്ങളിൽ മദീനയിലെ ചില ഇടവഴികളിൽ കൂടെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പോകും. അപ്പൊ സഹാബ ചോദിക്കും, എന്തിനാ ഇബ്നു ഉമർ ഈ ഒരു ടഫ് ആയിട്ടുള്ള വഴി എടുക്കുന്നത്? നല്ല ഈസി ആയിട്ടുള്ള വഴി ഇവിടെ ഉണ്ടാകുന്ന സമയത്ത്. അപ്പൊ ഇബ്നു ഉമർ പറയുന്നത് എന്താ, റളിയല്ലാഹു അൻഹും, എന്റെ റസൂൽ ഇതിൽ കൂടെ പോയിരുന്നു, എന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ വഴികളിൽ കൂടെ എന്റെ റസൂലുള്ള നടക്കുമായിരുന്നു. ചില ഇടങ്ങളിൽ എത്തുന്ന സമയത്ത് പ്രത്യക്ഷത്തിൽ അവിടെ മരമോ ഒന്നും കാണൂല, എന്നാലും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തല ഇങ്ങനെ താഴ്ത്തും. അപ്പോ സ്വഹാബ ചോദിക്കും, എന്തിനാ ഇബ്നു ഉമർ ഇങ്ങനെ തല താഴ്ത്തിട്ട് പോണത്? അപ്പൊ സുബ്ഹാനല്ലാഹ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയും, എന്റെ റസൂൽ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ റസൂൽ എന്ത് ചെയ്യായിരുന്നു? ഇവിടെ തല താഴ്ത്തുമായിരുന്നു. അതുകൊണ്ടാണെന്ന്. സുബ്ഹാനല്ലാഹ്, പ്രിയപ്പെട്ടവരെ, ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് കേൾക്കാൻ നമുക്ക് ഭയങ്കര എന്താ പറയാ, ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഫീലിംഗ്, അല്ലെങ്കിൽ കേൾക്കുന്ന സമയത്ത് ഭയങ്കര രസം ഉണ്ടായിരിക്കും. പക്ഷെ ആ ഒരു സ്വഹാബിയിലേക്ക് നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കി. സുബ്ഹാനല്ലാഹ്, ആ ഒരു ജീവിതത്തിൽ എന്താണ് ഇനി അവശേഷിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ് നമ്മൾ എന്ന് പറയാന് നമുക്ക് എങ്ങനെ പറ്റുമെന്ന് ആലോചിച്ച് നോക്ക്. ഇനി ഞാനൊരു വിഷയം കൂടെ സൂചിപ്പിക്കുകയാണ്. നമ്മള് രാവിലെ മുതൽ രാത്രി വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന സുന്നത്തുകളുടെ, നമ്മൾ നേതൃത്വം കൊടുക്കുന്ന സുന്നത്തുകളുടെ, നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന സുന്നത്തുകളുടെ തോത് എത്രയാണ്? ഇനി ഫസ്റ്റ് രാവിലെ മുതൽ തുടങ്ങാം. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മളെ റസൂലുള്ളാഹിന്റെ സുന്നത്ത് എവിടെ? നമ്മളെ ലഞ്ചില്, നമ്മളെ ഈവനിങ് സ്നാക്കില്, നമ്മളെ ഡിന്നറിൽ എവിടെ നമ്മളെ റസൂലുള്ളാഹിന്റെ സുന്നത്ത്? ഇനി അടുത്തത്, നമ്മൾ വെള്ളം ഉപയോഗിക്കണോടത്ത്, രാവിലെ മുതൽ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നിടത്ത് എവിടെയാണ് നമ്മളെ റസൂലുള്ളാഹിന്റെ സുന്നത്തുള്ളത്? ഇതൊക്കെ ഞാൻ ഇപ്പൊ പറയുന്നത് നമ്മളെ ഡെയിലി റുട്ടീനാണ്. ഇനി നമ്മള് എന്താണ് ശുദ്ധിയാക്കുന്നിടത്ത്, അല്ലെങ്കിൽ നമ്മളെ കുളി, അലക്കൽ, അവിടെയൊക്കെയും എവിടെയാണ് നമ്മളെ റസൂലുള്ളാഹിന്റെ സുന്നത്ത് നമ്മളുള്ളത്? നമുക്ക് പറയാൻ പറ്റുമോ? ഇനി നമ്മുടെ കുടുംബാംഗങ്ങളോട് ഇരിക്കുന്നിടത്ത് എവിടെയാണ് നമ്മളെ റസൂലുള്ളാഹിന്റെ സുന്നത്തുള്ളത്? ഇനി നമ്മുടെ ജവ്വാല്, നമ്മളെ കയ്യിലുള്ള ഈ ഫോണുകള്, ഈ ഡിവൈസുകൾ ഉപയോഗിക്കുന്നിടത്ത് എവിടെയാണ് നമ്മളെ റസൂലുള്ളാഹിന്റെ സുന്നത്തുള്ളത്? ഇനി സംസാരിക്കുന്നിടത്ത്, ആളുകളുമായിട്ട് ബന്ധം ചേർത്തുന്നിടത്ത് എവിടെയാണ് നമ്മളെ റസൂലുള്ളാഹിന്റെ സുന്നത്തുള്ളത്? ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മളെ റുട്ടീൻ കഴിഞ്ഞ് നമ്മളെ റബ്ബുമായിട്ടുള്ള വഴിയിലേക്ക്, അല്ലാ അതില് കേറണ്ടാന്നാവും നമ്മളെ ഹൃദയം പറയുന്നുണ്ടാവും, അല്ലേ? അല്ലേ? സുബ്ഹാനല്ലാഹ്, നമ്മുടെ സ്വലാത്തുകളില്, നമ്മളെ നാവിന്റെ അഅമാലുകളില്, നമ്മുടെ അദ്കാറുകളില്,
നമ്മുടെ ഖിയാമുകളില്, നമ്മളെ ഖിറാഅത്തുകളില്, നമ്മളെ സിയാമുകളില്, നമ്മുടെ ഹിഫ്ളുകളില് ഒന്ന് ആലോചിച്ചോക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഏറ്റവും ലളിതവും ഭംഗിയുള്ളതുമാണ്. എവിടെയൊക്കെയോ നമ്മളെ കണക്ഷന് എവിടുന്ന് ഏതോ ഒരു പോയിന്റ് നിന്ന് പറ്റേ ഡിസ്കണക്ട് ആയി പോയി അല്ലെ. സുബ്ഹാനല്ലാഹ്. ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്ന ഒരു വരി വീണ്ടും ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അഥവാ ഇമാം നവവി റിയാദുസ് സാലിഹീൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ കൊടുത്തിട്ടുള്ള 2 വരി പോയം. അള്ളാഹ് സുബ്ഹാനഹു തആലക്ക് എന്തുണ്ട്, സ്പെഷ്യൽ ആയിട്ട് ചില ഇബാദകളുണ്ട്. ഓരോ പ്രത്യേകത എന്താണ്? ഒരു ദുന്യ, അവർ ഈ ദുനിയാവിനെ ത്വലാക്ക് ചെല്ലിയവരാണ്. ദുനിയാവിനെ ഈ തലാക്ക് എന്ന് പറഞ്ഞത് എന്താന്നുള്ളത് നമുക്കറിയണ്ടാവുമല്ലോ. സുബ്ഹാനല്ലാഹ്. അത്രമേൽ ഒന്നായി ചേർന്നിരുന്ന ഇണകള് 2ആയി തീരാണ് അല്ലേ. പിന്നീട് അവിടെ ഒരു തരത്തിലുള്ള ഒരു ബന്ധമില്ല, 2 അപരിചിതരാവാണ്. ഒന്നായ കാര്യം, ഒന്നായ 2 പേര് 2 അപരിചിതരാവുന്നത്. സുബ്ഹാനല്ലാഹ്. അതാണ് തലാഖിന്റെ ഉള്ളിലുള്ളത് അല്ലേ. അള്ളാന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില ഇബാദകൾ അവർ ഈ ദുനിയാവിനെ ത്വലാഖ് ചെല്ലിട്ട് ഈ ദുനിയാവിലേക്ക് നോക്കുമ്പോ ഓർക്ക് അപ്പം ബോധ്യവും ഈ ദുനിയാവ് എന്താണ്, അത് ഈ ബുദ്ധിയുള്ളവർക്ക് ജീവിക്കാൻ പറ്റിയടല്ല ഈ ദുനിയാവ് എന്ന്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവർ, എവിടെയോ നമ്മുടെ കണക്ഷൻ ദുനിയാവില്, മെയിൻ കണക്ഷൻ ദുനിയാവുമായിട്ട് കണക്ട് ആയിട്ടുണ്ട്. ആ മെയിൻ കണക്ഷന് ആഖിറത്തിലേക്ക്, അള്ളാഹ് സുബ്ഹാനഹു തആലയിലേക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക്, ഖുർആനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി വെക്കണം. പിന്നെ എത്ര സബ് കണക്ഷൻസ് ദുനിയാവിലേക്ക് പോയി കഴിഞ്ഞാലും അതിനൊക്കെയും പോഷണമായിക്കൊണ്ട് ഈ ബേസിക് ആയിട്ടുള്ളതിൽ നിന്ന് പോഷണങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ആ ദുനിയാവിന്റെ ചെറിയ സബ് കണക്ഷൻസ് ഉണ്ടാവും, അതും ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ബെനിഫിറ്റ് ആയിട്ടിരിക്കും ഉണ്ടാവുക. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആത്മവിചിന്തനം നടത്തണം. ഹാസിബൂ, എന്ത് ചെയ്യും, സ്വന്തം തന്നെ വിചാരണ ചെയ്തോ. എന്തിനു മുമ്പ്? അള്ളാഹ് നമ്മളെ വിചാരണ ചെയ്യണതിന് മുമ്പ്. ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞത്? ചിന്തകളെ പോലും വിചാരണ ചെയ്യുന്ന സമയമാണത്. അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറ എന്നുള്ള ഒരു പ്രാർത്ഥന അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ സ്വന്തത്തെ വല്ലാതെ കൃത്യമായി എന്ത് ചെയ്യണം, വിചാരണ ചെയ്യുക. നമ്മൾ പറയില്ലേ, പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറയും, പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവല്ലോ. പോസ്റ്റ്മോർട്ടത്തിന് ദയയും ദാക്ഷിണ്യം അല്ലെങ്കിൽ മെല്ലെ ഓപ്പറേറ്റ് ചെയ്യുക അങ്ങനൊന്നും ഇല്ലല്ലോ. അത് അവരെന്ത് ചെയ്യും, അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. കുറച്ച് മുന്നേ കൊണ്ട് അത്തരത്തിലുള്ള ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന എത്രയോ ചെയ്തിട്ടുള്ള ഒരു ഇൻസ്പെക്ടറെ ഒരു എന്താ പറയാ ഇന്റർവ്യൂ കേട്ടു. സുബ്ഹാനല്ലാഹ്. അഥവാ പെട്ടെന്നാണ് ഓരോ ശരീരങ്ങളും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതെന്ന് അവരതിൽ പറയുന്നുണ്ട്. അവർക്ക് അതിൽ നിന്നുള്ള ആ ഒരു എന്താണ്, ആ ഒരു അവർ അവിടെ എന്താ പറയാ, ആ ഒരു കേസ് ഉണ്ടല്ലോ, ആ കേസിന്റെ ആ ഒരു കണ്ടന്റ് എന്താണോ അത് അവർ കിട്ടുന്നവരെ അത് അവരവിടെ ചെയ്ത് അപ്പൊ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് അവരെന്ത് ചെയ്യും, ഖലാസ്. ഇവിടെ നമ്മൾ സ്വന്തത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യണം. നമ്മുടെ ആമലുകളെ, നമ്മളെ ചിന്തകളെ, നമ്മളെ സംസാരങ്ങളെ, നമ്മുടെ സ്വപ്നങ്ങളെ ഒക്കെയും പോസ്റ്റ്മോർട്ടം ചെയ്യണം. അവിടെ നിന്നൊക്കെ നമുക്ക് എന്താണ്, ഈ മെയിൻ കണക്ഷൻ എങ്ങോട്ടാ പോകണമെന്ന് നോക്കണം. എന്നിട്ട് എവിടെങ്കിലും മെയിൻ കണക്ഷന് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പിടിച്ചു വലിച്ചിട്ട് ഇവിടെ ആഖിറത്തിലേക്ക് സെറ്റ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരത്തിലുള്ള മുഅ്മിനാത്തുകൾ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഇനി ഏറ്റവും അല്ലാഹു സുബ്ഹാനഹു തആല മൂന്നാമതായി കൊണ്ട് ആ ആയത്തില് പറയുന്ന വിഷയം എന്താണ്? സുമ്മ ലം യർതാബു. അള്ളാലും അള്ളാന്റെ റസൂലിലും ഈമാൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? സുമ്മ ലം യർതാബു. പിന്നെ ഓർക്ക് അതിലൊരു സംശയം ഉണ്ടാവില്ല. അല്ലാഹു അക്ബർ. എന്റെ പ്രിയപ്പെട്ടവര്, സുബ്ഹാനല്ലാഹ്. ഈ സുമ്മ ലം യർതാബു എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഭയങ്കരമായിട്ട് എന്തായിട്ടുണ്ട്, ചിന്ന ഭിന്നായിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. സുബ്ഹാനല്ലാഹ്. ഫിത്നകളുടെ കൊടുമുടിയിലാണ് ഇന്ന് ഹിജാബ് ഇട്ടവര്. ഇന്ന് കംപ്ലീറ്റ് നല്ല എന്താ പറയാ, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ പ്രകാരം ശരീരം അവരുടെ സൗന്ദര്യം ഒക്കെ എന്താണ് കവർ ചെയ്ത് നടന്ന മുഅ്മിനാത്തുകള് നാളെ രാവിലെ എണീക്കുമ്പോ തലയില് ഷോള്, മറ്റന്നാൾ എണീക്കുമ്പോ തലയില് ഷോളില്ല, പിറ്റന്നാള് സ്റ്റാറ്റസുകള്. ഒന്ന് ആലോചിച്ച് നോക്കി. എവിടുന്നാണ് നമുക്ക് നമ്മളെ ദീനില് സംശയം വന്നത്? എവിടുന്നാണ് നമുക്ക് നമ്മളെ അള്ളാഹ് പോരാന്ന് തോന്നിയത്? എവിടുന്നാണ് നമ്മളെ റസൂലുള്ളാഹിന്റെ സുന്നത്തുകളൊക്കെ ഇതൊക്കെ എന്താണ്
പഴയ നൂറ്റാണ്ടുകളിലേക്കുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ 21-ാം നൂറ്റാണ്ടിന് പറ്റിയതല്ലാന്ന് എവിടെ നമുക്ക് തോന്നിയത്? ഇത് ചെയ്യണത് കുട്ടികൾ മാത്രാണോ? അല്ല. ടീൻസ് മാത്രാണോ? അല്ല. എല്ലാരും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ഭയങ്കര ഭയങ്കര ദുരിതം, വലിയ മുസീബത്താണ് ഇത്. സുമ്മലം യർതാബു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇസ്തിഖാമത്തിന് വേണ്ടി അള്ളാഹിനോട് യാചിക്കണം. കാരണം അള്ളാഹിന്റെ വിരലുകൾക്കിടയിലാണ് നമ്മളൊക്കെ ഹൃദയം ഉള്ളത്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയേറെ യാ മുഖല്ലിബൽ ഖുലൂബ് എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആലോചിക്ക്, നമ്മളൊക്കെ എത്ര പ്രാർത്ഥിക്കേണ്ടി വരും. സുബ്ഹാനല്ലാഹ്. ഹൃദയം സംരക്ഷിക്കപ്പെട്ട ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി തേടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കാര്യമൊക്കെ എന്തായിരിക്കും? നമ്മൾ എന്ത് റാഹത്തിലല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആരും ഇതിൽ ടൈപ്പ് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് നിങ്ങൾ പറഞ്ഞാൽ മതി. ഇന്നലെ 24 മണിക്കൂറിനുള്ളില് നമ്മൾ എത്ര യാ മുഖല്ലിബൽ ഖുലൂബ് അള്ളാഹിനോട് യാചിച്ച് ചോദിച്ച്? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഭയങ്കര ലജ്ജയുള്ള ആൻസർ ആണ് എനിക്കുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. ഇനി ഞാൻ ഈ ഒരു ആഴ്ചന്റെ സെൻസ് അല്ലെങ്കിൽ ഒരു ആഴ്ചന്റെ റിപ്പോർട്ട് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഹൃദയം അറിഞ്ഞിട്ടുള്ള യാ മുഖല്ലിബൽ ഖുലൂബ് എത്ര തവണ അള്ളാഹിനോട് ചോദിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ഉത്തരമുള്ളത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തൊരു എന്താ പറയാ, എന്തൊരു നിർഭയത്വത്തിലാണുള്ളത്. നമ്മളെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടോ? സ്വഹാബത്തുണ്ടോ? താബികളുണ്ടോ? താബികളുണ്ടോ? ഇവരൊന്നുമില്ല. അത്രയും ഫിത്ന നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. എന്നിട്ട് നമ്മള് ഭയങ്കര കൂളായിട്ട് അല്ലേ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വലിയ മുസീബത്താണ്. പ്രിയപ്പെട്ട, ഈ മുസീബത്ത് പോലും, ഈ ഫിത്നകൾ പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറത്ത് നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു ഫിത്ന ഉണ്ട്, ദജ്ജാലിന്റെ ഫിത്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതിന്റെ ഭയാനകത എന്തായിരിക്കും? അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, സുമ്മലം യർതാബു, അള്ളാഹുവിലും അവന്റെ റസൂലിലും, റസൂലുള്ള നടന്ന പാതയിൽ നമുക്കൊരു സംശയം പാടില്ല. പ്രത്യക്ഷത്തിൽ അത് കല്ലും മുള്ളും കുണ്ടും കുഴിയും ഇരുട്ടും നിറഞ്ഞതാ നമുക്ക് തോന്നുന്നു എങ്കിൽ പോലും അവിടെ യാതൊരു റൈബ്, അവിടെ ഒരു സംശയം പാടില്ല. അത് സിറാത്തുൽ മുസ്തഖീമാണ്. അതാണ് നാളെയുള്ള നമ്മുടെ എന്താ പറയാ വിജയം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഭാഗം ഞാൻ വിനീതമായിട്ട് പറയാണ്. നമ്മളെ സമയം കഴിഞ്ഞു തുടങ്ങി. അവസാനത്തെ ലാസ്റ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പോയിന്റ് കൂടി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഒരു വിഷയം നിങ്ങൾ ചിന്തിക്കണമേ എന്ന് ആദ്യം എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ ചെയ്യാണ്. നമ്മൾ ചിന്ന ഭിന്നമായി പോയ ഓരോരോ മേഖലകൾ എടുത്തു നോക്കി. നമ്മൾ സംശയത്തിന്റെ പടുകുഴിയിൽ വീണിട്ടുള്ള ഓരോ മേഖലകൾ എടുത്തു നോക്കി. മുഅ്മിനീങ്ങളാണോ? ഓർക്ക് പിന്നെ സംശയം ഇല്ല എന്നല്ല പറഞ്ഞത്. നമ്മൾ മുഅ്മിനീങ്ങളാണോ? വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് നമ്മളെ മുൻപിൽ വന്നില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അത് വരാത്തവർക്ക് സലാമുൻ അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഈമാനിനെ സംരക്ഷിക്കട്ടെ. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ 4ാമത്തെ ക്വാളിറ്റി എന്താണെന്നറിയോ? ഈ 2 കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഈ 3 കാര്യങ്ങൾ അവരിൽ സ്ഥിരമായി കഴിഞ്ഞാൽ 4ാമതായിക്കൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഓർക്ക് വരുന്ന ഒരു വിശേഷണമാണ് വജാഹദു ബി അംവാലിഹിം വ അൻഫുസിഹിം ഫീ സബീലില്ലാഹ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എളുപ്പമാണോ? അത് ഭയങ്കര സുഖമുള്ള കാര്യമാണോ? അല്ലെങ്കിൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണോ? പ്രത്യക്ഷത്തില് നോ 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 നോ. നമുക്ക് ഇഷ്ടപ്പെട്ടത് അപ്പുറത്തും നമ്മളെ റബ്ബും അള്ളാന്റെ റസൂൽ ഇപ്പുറത്തും. ആ ഇഷ്ടപ്പെട്ടതിനപ്പുറത്തുനിന്ന് വലിച്ചിട്ട് എന്ത് ചെയ്യണം? വേരോടെ പറിച്ചിട്ട് എന്ത് ചെയ്യണം? ഇവിടെ നൽകണം. സുബ്ഹാനല്ലാഹ്. അവിടെ ആദ്യം പറഞ്ഞത് എന്താ പറയുക? ബി അംവാലിഹിം. ഒന്ന് ആലോചിച്ച് നോക്ക്. സുബ്ഹാനല്ലാഹ്. അള്ളാൻ സുബ്ഹാനഹു വ തആലയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന് ശേഷം വന്ന താബികൾ, ഇവർ ഈ 4 ജനറേഷന്റെ സീറൊന്ന് പഠിച്ചു നോക്കി. സുബ്ഹാനല്ലാഹ്. അവരെല്ലാരും ധനികന്മാർ ദരിദ്രരാവുക ചെയ്തത്. അറിയാം, അബൂബക്കർ റളിയല്ലാഹു അൻഹു ധനികനായിരുന്നു.
അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന സമയങ്ങളിൽ ചോദിക്കുന്ന സമയത്ത് അബൂബക്കറെ നീ എന്താണ് കൊടുത്തതെന്ന് പറയുമ്പോ അള്ളയും അള്ളാന്റെ റസൂലും മാത്രാണ് റസൂലെ ഞാൻ ബാക്കിയാക്കിയിട്ടുള്ളൂ എന്റെ കുടുംബത്തിന് വേണ്ടി എന്ന് പറയുന്ന നിലയിലേക്ക് അവരെത്തിയെങ്കിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് വലിയ ബിസിനസ്മാൻ ആയിരുന്നു. ദീനിന് വേണ്ടി എല്ലാം ചെലവഴിച്ച്, അഥവാ എത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ യുദ്ധസമയങ്ങളിൽ ഏറ്റവും വലിയ പൈസ കൊടുത്തിട്ട് കിണർ പോലും മേടിച്ചു. എന്തിന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. ഒരു പക്ഷെങ്കിൽ എവിടെയും എത്തൂലായിരിക്കും. കാരണം ഇസ്ലാം ഇങ്ങനെ വ്യാപിച്ച് വരികയാണ്. എന്താ പറയാ, ദരിദ്രന്മാർ ഒരുപാടുണ്ട്. അഹ്ലുസുഫ നമുക്കറിയാം, ഇവരുടെ സ്വതക്കൊന്നും എവിടെ എത്തൂലായിരിക്കും. പക്ഷെ അവരുള്ളത് മുഴുവനാ കൊടുത്തത്. ഇനി നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മളെ സമ്പത്തിനെ കൊണ്ട് നമ്മൾ എവിടെ ജിഹാദ് ചെയ്യണത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു പക്ഷെ നിങ്ങൾ ഓരോരുത്തർ പറയണ്ടാവും ഇനി പറയണ്ട. ഇപ്പൊ തന്നെ ഏകദേശം നല്ല തലവേദന ആയിട്ടുണ്ടാവും അല്ലെ? നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു എന്താ പറയാ, നമ്മൾ എത്രത്തോളം യാന്ത്രികാണ് എന്നുള്ളതിന് സുബ്ഹാനല്ലാഹ് ഈ ഒരു ആയ മതിയായതല്ലേ. നമ്മളെ സമ്പത്തിനെ കൊണ്ട് നമ്മൾ ജിഹാദ് ചെയ്യണുണ്ടോ? സുബ്ഹാനല്ലാഹ്. നമുക്ക് എല്ലാവരും പൈസ കിട്ടും, എല്ലാവരും നമ്മളെ ഖനീകളാണ്. അള്ളാന്റെ മാർഗത്തിലുള്ളതിൽ മാത്രം നമ്മളെ പോക്കറ്റില് ഓട്ടയാണ് അല്ലെ? സുബ്ഹാനല്ലാഹ്. ഒന്നാലോചിച്ച് നോക്ക്. ആ ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? പറിച്ചെടുക്കണം എന്നാണ്. അവിടെ ഇഷ്ടം ഉണ്ടാവും, അതിനെ പറിച്ചെടുക്കേണ്ടി വരും. ജിഹാദ് അതാണ് അല്ലെ? സുബ്ഹാനല്ലാഹ്. യുവാക്കളാണ് ജിഹാദിന് മുൻപിൽ ഉണ്ടായിരുന്നത്. ചുറുചുറുപ്പുള്ളവരെ അതിന്റെ എന്താ പറയാ മുൻനിരയിൽ ഉണ്ടായിരുന്നത് നമുക്ക് കാണാൻ പറ്റും. വജാഹിദു ബി അംവാലിഹിം, സെക്കൻഡ് ആണ് ബി അൻഫുസിഹിം. നമുക്ക് നമ്മളെ നഫ്സ് അതോ ഒരു ആവേശത്തില് അതോ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ പണിയുണ്ട് എന്തിന്? സമ്പത്തിനെ കൊണ്ട് ജിഹാദ് ചെയ്യുന്നതിന്. കാരണം ഒരുപാട് മുഖങ്ങൾ നമ്മളെ മുൻപിലുണ്ടാവും. ആ മുഖങ്ങളൊക്കെ കണ്ണടച്ചിട്ട് അള്ളാഹുവിന്റെ ഫീ സബീലില്ലയിലേക്ക് കൊടുക്കാന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു കണക്ക് നമുക്ക് ഉണ്ടാവില്ല. അവിടെ നമുക്ക് പിന്നെ മറ്റുള്ള ദുനിയവായിട്ടുള്ള ഒരുപാട് ബാധ്യതകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് ചിന്തകളോ അത്തരത്തിലുള്ള ദുനിയാവിലെ ഭയങ്കര വലിയ പ്രയോറിറ്റികൾ, ദുനിയാവിന്റെ ഞാൻ പറയുമ്പോ ഒക്കെ ശ്രദ്ധിച്ചോളണേ, ദുനിയാവിന്റെ പ്രയോറിറ്റികളൊന്നും ഉണ്ടാവില്ല. ഒക്കെ ഫീ സബീലില്ലായിരിക്കും. ഇനി വജാഹദു ബി അംവാലിഹിം വ അൻഫുസിഹിം ഫീ സബീലില്ലാഹ്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, നമുക്കിപ്പോ ജിഹാദ് ഉണ്ടോ? ഇപ്പൊ യുദ്ധങ്ങളൊന്നും ഇല്ല അല്ലെ? പിന്നെന്താണ് പ്രിയപ്പെട്ടവരെ? ഏറ്റവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ പറ്റും, നമ്മൾക്കൊക്കെയും ഏറ്റവും വലിയൊരു യുദ്ധത്തിനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ റെഡി ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. റെഡിയാണോ? ആരും റെഡി അല്ല അല്ലെ? എല്ലാവർക്കും സ്വന്തം വീട്ടിൽ സുരക്ഷിതമായി ഇരിക്കാനാണ് താല്പര്യം എന്ന് തോന്നുന്നുണ്ട്. 2-3 ആൾക്കാർക്ക് മാത്രമുള്ള താല്പര്യം. ഞങ്ങൾക്ക് സ്വകാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ ഞങ്ങൾക്ക് സ്വകാര്യമായിട്ട് പറഞ്ഞുതരാം. ബാക്കി ആർക്കും ഞാൻ പറഞ്ഞു തരുന്നില്ല. ബാക്കി എല്ലാവർക്കും എന്താ നമ്മൾ പറയില്ലേ, ആ നല്ല സുഖമുള്ള മെത്തയിൽ AC ഇട്ട് നല്ല ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് ഇങ്ങനെ സന്തോഷത്തിൽ നിൽക്കാനാവും അല്ലെ? ഒരു 5-6 ആൾക്കാരുണ്ട്. അവർക്ക് ഞാൻ പേഴ്സണലായിട്ട് നിങ്ങളെ മെസ്സേജ് അയച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അല്ലാഹു അക്ബർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ പറ്റും, ഏറ്റവും ശക്തമായിട്ടുള്ള ജിഹാദ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? നിങ്ങളെ സ്വന്തത്തോട് ചെയ്യുന്നതാണ്. നിങ്ങളെ ഇച്ഛകളോടുള്ള ജിഹാദാണ്. നമ്മുടെ ഇഷ്ടങ്ങളോടുള്ള നമ്മുടെ ഇച്ഛകളോടുള്ള ജിഹാദ്, അതിനോടുള്ള പോരാട്ടമാണ് ഏറ്റവും കഠിനമായ പോരാട്ടം. അപ്പൊ ഞാൻ പറഞ്ഞു തന്നിട്ടോ. ഇനി എല്ലാരും യുദ്ധം ചെയ്തിട്ട് എന്ത് ചെയ്യാൻ മുന്നേറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇനി പറഞ്ഞോന്ന് ചോദിക്കരുത് എന്റെ പ്രിയപ്പെട്ടവരെ. ഈ 4 ആമനു ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു വജാഹദു ബിഅംവാലിഹിം വഅൻഫുസിഹിം.
ഈ 5 ക്വാളിറ്റികളുള്ളവര് മാത്രമാണ് എന്ത് ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും ഇവര് മാത്രമാണ് മുഅ്മിനീങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണെങ്കിൽ ഇതിലെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ 5 ക്വാളിറ്റികളുള്ള മുഅ്മിനാത്തുകളായിട്ട് ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള നമ്മൾ ഓരോരുത്തരും മാറണം. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള ഒരു സന്ദർഭമാണിത്. ഇതിനെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ ഞാൻ ചിന്തിക്കാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഫസ്റ്റ് ഒരു ഹോംവർക്ക് തന്നത് ചോക്ലേറ്റിന്റെ 10 തവണ ചോദിക്കണം എന്നുള്ളത്. അത് ചോക്ലേറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ചോദിച്ച് നമ്മൾ ഫീൽ ചെയ്യണം. ചിലത് നമുക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള ആൾക്കാരുടെ അടുത്ത് തന്നെ പോയിട്ട് നമ്മളിത് എന്ത് ചെയ്യണം, ഫീൽ ചെയ്യണം. അപ്പൊ നമുക്ക് മനസ്സിലാവും. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് തന്നെ, അല്ലെങ്കിൽ നമ്മളെല്ലാം പോയി പറയുന്ന ആൾക്കാരുടെ അടുത്ത് തന്നെ പോയിട്ട് ഈ ഒരു എന്ത് ചെയ്യാ, ഇറിറ്റേഷൻ ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും അത് അതിന്റെ യഥാവിധി മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. സ്വന്തം നഫ്സിനോടുള്ള ജിഹാദാണ് ഏറ്റവും വലിയ ജിഹാദ്. സ്വന്തം ഇച്ഛകളോട്, സ്വന്തം ഇഷ്ടങ്ങളോട്, സ്വന്തം സുഖങ്ങളോട് അള്ളാന്റെ മാർഗത്തിൽ ചെയ്യുന്ന, അള്ളാന്റെ തൃപ്തിക്ക് അവന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന ആ സുന്നത്തിന് വേണ്ടി ചെയ്യുന്ന പോരാട്ടാണ് ഏറ്റവും വലിയ ജിഹാദ്. അത് ചെയ്യുന്ന, സംശയം ഒട്ടും തന്നെ ഇല്ലാതെ അള്ളാഹിലും അവന്റെ റസൂലിലും വിശ്വസിക്കുന്ന മുഅ്മിനാത്തുകളായി, യഥാർത്ഥ മുഅ്മിനാത്തുകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ ഫസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുസ്ലിമീന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. പ്രിയപ്പെട്ടവരെ, പറഞ്ഞതിൽ എന്തെങ്കിലും ഉപകാരപ്രദമായതുണ്ടെങ്കിൽ അത് അല്ലാഹു അസ്സ വജല്ലിൽ നിന്നുള്ളതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിൽ നിന്നുള്ളതാണ്. എന്തെങ്കിലും പിഴവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തീർത്ത് എന്നിൽ നിന്നും പിശാചിൽ നിന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എനിക്ക് പുറത്തു നൽകുമാറാകട്ടെ. തെറ്റുകൾ ഉടനെ തന്നെ തിരുത്തി തരണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹു ഖൈറ. ഇൻഷാ അല്ലാഹ്. വബാറകല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തൊരു സെഷൻ എന്ന് പറയുന്നത് നമ്മൾ ദഅവത്തുള്ളക്ക് 2 പാർട്ട് ഉണ്ട്. ഇത് വെർച്വൽ അഥവാ മുഅല്ലിമിന്റെ വോയിസ് കേട്ടിട്ടുണ്ടായിരുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഫസ്റ്റ് പാർട്ട് ഒരു ഒറേറ്റർ, ഒരു സംസാരാണ്. രണ്ടാമത്തെ പാർട്ട് അത് അതിനേക്കാൾ ഒരു ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഞാനൊരു വ്യക്തി, അഥവാ ഇവിടെ സംസാരിക്കുന്ന ഒരു വ്യക്തിയേക്കാൾ അപ്പുറത്ത് ഓരോരുത്തർ ഇതിലുള്ള നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളെ റബ്ബിനെ പറ്റി പറയാനുണ്ടായിരിക്കും. അത്തരത്തില് നമ്മളെ റബ്ബിനെ മനസ്സിലാക്കി അവന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ഉൾക്കൊണ്ടിട്ടുള്ള ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഒരു നിമിഷമല്ല, എല്ലാ സമയത്തും നമ്മൾ അതിലാണുള്ളത്. പക്ഷെ അത് ബോധ്യപ്പെടുന്ന നിമിഷമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തില് റബ്ബിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പറയാനുള്ള ഒരു സെഷനാണ് അടുത്തതുള്ളത്. ഇൻഷാ അല്ലാഹ്. ഹാൻഡ് റൈസ് ചെയ്യുന്നവരെ മാത്രമായിരിക്കും വിളിക്കുക. സലീഷത്ത. ഇൻഷാ അല്ലാഹ്. ഹസീന ഒരു ഹാൻഡ് റൈസ് ചെയ്തിട്ട് കാണുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. ഹസീനത്ത പറഞ്ഞോളൂ കേട്ടോ. സലീഷത്ത വിളിക്കുന്നത് ആരാണോ അവരെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യുന്നവർ പറയണം. സലീഷത്ത വേറെ ആൾക്കാർ വിളിച്ചോളൂ. സുമയ്യ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹ് ഖൈർ. ഇന്നത്തെ ക്ലാസ്സിൽ അർഷദ മാലിമ സംസാരിച്ചതുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് പറയാൻ വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. സൗണ്ട് ഇല്ല.
ഓക്കെയാണ് ഓക്കെയാണ്. ഓക്കെ, ജസാക്കും. അവിടെ ജിഹാദിനെ പറ്റി പരാമർശിച്ചല്ലോ. സുബ്ഹാനല്ലാഹ്, നമുക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു പോയിന്റ് ആണത്. എസ്പെഷ്യലി നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത്, ഈ ഒരു സമയത്ത്, അതിൻ്റെയും കൂടി പറയുകയാണെങ്കിൽ ഇന്ന് നടക്കുന്ന നമ്മളുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളുടെ ഇടയിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ശരിക്കും ജിഹാദ് തന്നെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ഒന്ന് രണ്ട് എക്സ്പീരിയൻസ്. ഹലോ ഹലോ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഹലോ ആരുടെ മൈക്ക് ഓൺ ആയതാണ്? കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, അവരെ മ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഹലോ ചെയ്യാൻ സമയമല്ലേ മനുഷ്യ. ഹലോ ഹലോ സമയമല്ലേ സംസാരിച്ചോളൂ, കണ്ടിന്യൂ ചെയ്തോളൂ. ഇൻഷാല്ലാ അവരെ മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജസാക്കല്ലാഹ് ഖൈർ. അപ്പോൾ ഇന്ന ചേട്ടാണോ? എസ്പെഷ്യലി ഇന്ന ചേട്ടാണോ? അതെന്താ അവരെന്താ എന്തൊക്കെ ചോദിക്കുകയാണോ അവര്? ഓക്കെ, ബൈ മിസ്റ്റേക്ക് പറ്റുമെന്നാണ് മനസ്സിലാവുന്നത്. നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ജിഹാദിന്റെ വിഷയം പറയുന്ന സമയത്ത് അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ദീന് ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊക്കെ ഒരു എന്താണ് ഒരു ബോധ്യം തന്നിട്ടുണ്ട് അല്ലേ? നന്മ ഏതാണ്, തിന്മ ഏതാണ്. ചിലപ്പോൾ നമ്മളെ നഫ്സിനൊക്കെ ഇങ്ങനെ ആ തിന്മയിലേക്ക് വിളിച്ച് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും നമുക്ക് അതിനോടാണ് ഇഷ്ടമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയാം അതിൽ പോയാൽ പോകാൻ പാടില്ലാത്ത കാര്യമാണ്, പോയരുത്. പോയാൽ അള്ളാഹുവിന്റെ കോപം നമുക്കുണ്ടാവും, അള്ളാഹുവിന്റെ തൃപ്തി അതിലില്ല. അതുകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. കുറച്ചും കൂടി റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് നടക്കുന്ന കല്യാണങ്ങളും അതുപോലെ ഗെറ്റ് ടുഗദർ നമുക്കറിയാം. നമ്മള് സാമൂഹിക ജീവികളാണല്ലോ. അപ്പൊ നമ്മള് ഇങ്ങനത്തെ എക്സാമ്പിൾസ് പറയുന്ന സമയത്ത് കൂടുതൽ മനസ്സിലാക്കാൻ ഉള്ളത് കൊണ്ടാണ് ആ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. അപ്പം കാരണം എന്താ വെച്ചാൽ നമ്മളുടെ സമൂഹത്തിൽ നമുക്കറിയാം ഇനിയുള്ള, അതായത് ഒരു ടീനേജേഴ്സിലുള്ള പ്രായം, അല്ലെങ്കിൽ ദീനിങ്ങനെ മനസ്സിലാക്കി ദീനിലേക്ക് വരുന്ന പ്രായം, അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ എന്തായി കഴിഞ്ഞാലും നമുക്കറിയാം അവർ നോക്കും, ദീനുള്ളവരെ നോക്കും, ഇല്ലാത്തവരെ നോക്കും. ഓക്കെ, അള്ളാഹുവിന്റെ വലിയൊരു തൗഫീഖ്, ഹിദായത്ത് എന്നുള്ള തൗഫീഖ് ലഭിച്ച ഒരു കൂട്ടരാണ് സുബ്ഹാനല്ലാഹ്. പിന്നെ അവരുടെ കാര്യത്തിൽ നമുക്കൊന്നും എന്താ പറയാ, അവരെ സുബ്ഹാനല്ലാഹ് അള്ളാഹുവിന്റെ ഒരു പ്രൊട്ടക്ഷൻ ലഭിച്ചിട്ടുണ്ട്. പിന്നെ അവരൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യില്ല. അതായത് എത്ര തിന്മ ഉള്ള കൂട്ടുകെട്ടാണെങ്കിലും അതല്ലെങ്കിൽ പിന്നെ ഫാമിലി ആണെങ്കിലും അള്ളാഹുവിന്റെ ഒരു പ്രൊട്ടക്ഷൻ അവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനില്ല അവർ ആ രീതിയിലേക്ക് മുന്നോട്ട് പോകും. ഇനി അതല്ല ഒരു എന്താ വെച്ചാൽ അവരിങ്ങനെ നോക്കുന്നുണ്ടാവും, അതായത് ദീനുള്ള ആൾക്കാരുടെ ജീവിതം എങ്ങനെയാണ്, ദീനില്ലാത്ത ആൾക്കാരുടെ ജീവിതം എങ്ങനെയാണ്, ആരാണ് കൂടുതൽ സന്തോഷിക്കുന്നത് ഇന്നത്തെ ദുനിയാവില്, ആരാണ് ഒറ്റപ്പെടുന്നത്, അതൊക്കെ നോക്കിയിട്ട് അവർ ചൂസ് ചെയ്യും. എന്നാ പിന്നെ ഞാൻ ഇതിനിപ്പോ ഇത്ര കഷ്ടപ്പെടുന്ന എല്ലാവരുടെയും കൂടെ കുറച്ച് മരിക്കുന്നവരെ നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാനുള്ള ഓപ്ഷനുള്ളൂ. അപ്പോൾ കുറച്ച് എൻജോയ്മെന്റ്സ് ഒക്കെ ആയിക്കോട്ടെ, ഇപ്പൊ എന്താ എന്നുള്ളൊരു മൈൻഡിലേക്ക് അവർ പോകും. അപ്പൊ ശരിക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും വലിയ അപകടം എന്നുള്ളത് പകുതി ദീനനുസരിക്കാത്ത ഒരു കൂട്ടം ആൾക്കാരുണ്ട് നമ്മളുടെ സമൂഹത്തില്. അതായത് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗത്ത് അവര് എന്താണ് ഖുർആനും, അതായത് നോർമൽ ലൈഫിൽ അവര് ഖുർആനും ദീനൊക്കെ അനുസരിച്ച് അവർ അതൊക്കെ മറിച്ച് ദീനിന്റെ പ്രബോധകരും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അവർ ഇൻവോൾവ്ഡ് ആയിരിക്കും. ഇനി അതല്ല, അവർക്ക് ചില സിറ്റുവേഷൻസ് വരികയാണ്. അപ്പം ഒന്നെങ്കിൽ അവരുടെ ഫാമിലിന്റെ ഫോഴ്സോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ സമൂഹത്തിന്റെ, ഫ്രണ്ട്സിന്റെ എന്തെങ്കിലും ഫോഴ്സ് കൊണ്ട് അവരെന്ത് ചെയ്യും, ദീനല്ലാത്ത കുറച്ച് കാര്യങ്ങൾ, അതായത് ഒന്നെങ്കിൽ അവരുടെ കല്യാണം, അതായത് അവരുടെ വീട്ടിലെ ഒരു കല്യാണം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൂർ പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗെറ്റ് ടുഗദർ, അവിടെ ഒരു മ്യൂസിക് വെക്കുക. അപ്പം ഇടയ്ക്കല്ലേ, ഒരു വർഷത്തിലൊരിക്കൽ ഇപ്പൊ മ്യൂസിക് കേട്ടെന്ന് വിചാരിച്ചാൽ അള്ളാഹ് ശിക്ഷിക്കോ, അങ്ങനെയൊക്കെയാണ് അവരുടെ ക്വസ്റ്റ്യൻസ്. ഇപ്പൊ എന്താണ് ഒരു കുടുംബക്കാരല്ലേ, കസിൻസ് അല്ലേ, അവരോട് സംസാരിച്ചെന്ന് വിചാരിച്ചാൽ അള്ളാഹ് ശിക്ഷിക്കോ, അത് ആകാശടിനോ, ഇതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, അത് ശരിയല്ലേ, അപ്പൊ എപ്പെങ്കിലും ഒരിക്കലും എന്താ ഇപ്പൊ ഒരു മ്യൂസിക് കേട്ടാല് എല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഖുർആൻ ഓതുന്നില്ലേ, എല്ലാത്ത സമയത്തും നിസ്കരിക്കുന്നില്ലേ, അള്ളാഹിനെ അനുസരിക്കുന്നില്ല, ഇടയ്ക്കിപ്പോ അങ്ങനെയൊക്കെ ചെയ്തപ്പോ അള്ളാഹ് എന്താ സന്തോഷിക്കാൻ പാടില്ല എന്നിട്ട് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഇങ്ങനെ കാണുന്ന സമയത്ത് ഇവരെന്താ കാണാം, അപ്പോ അതായത് ഒരു വിഭാഗം പരിപൂർണമായിട്ട് എന്ന് പറഞ്ഞാൽ കഴിവിന്റെ പരമാവധി
തിന്മകളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് അള്ളാഹു പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിന്നിട്ട് ഒരു വിഭാഗം ഉണ്ടാവും. മറ്റൊരു വിഭാഗം അതും കുറച്ച് ഇതൊക്കെ ആയിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ കുട്ടികൾ കാണണ കുറച്ച് ദീനനുസരിക്കുക, ആവശ്യത്തിന് സന്തോഷിക്കാൻ കുറച്ചൊരു മ്യൂസിക്, കുറച്ചൊരു ഡാൻസ്, കുറച്ചൊരു കളി, ഇതൊക്കെ ആകുമ്പോൾ ഒരു രസമല്ലേ. എന്തിനാ ഇതിപ്പോ ഇങ്ങനെ പരിപൂർണമായിട്ട് ഹൈജാബും നിഖാബും എല്ലാത്തിൽ നിന്നും വിട്ട് മാറി നിന്ന് ഒന്നിലും ഒരു സന്തോഷം ഇല്ലാണ്ട് പുറമേ കാണുമ്പോൾ അവർക്ക് അങ്ങനെ തോന്നും. പക്ഷെ സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ജിഹാദിന്റെ ഒരു പോയിന്റ് ആയിരുന്നു. അപ്പം ഇന്ന് നമ്മളുടെ ഒരു ഉസ്താദ് എന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ കാലത്ത് ദീനനുസരിച്ച് മുന്നോട്ട് പോവാന്നുള്ളത് കയ്യിൽ തീച്ചൂള പിടിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ചില സമയത്ത് അതിങ്ങനെ അനുഭവിക്കുമ്പോഴാണ് അതിന്റെ തീവ്രത മനസ്സിലാവുക. സുബ്ഹാനല്ലാഹ്, ഏറ്റവും വലിയ അപകടകാരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ ദീനനുസരിക്കുന്നതും നമുക്ക് പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മൾ ആ ജിഹാദിനെ ചൂസ് ചെയ്യാതെ നമ്മളെ നെഫ്സിന്റെ പിന്നാലെ പോയിട്ട് അതിൻ്റെതായിട്ടുള്ള സന്തോഷങ്ങളും അള്ളാഹു ഹറാമാക്കിയതിനെ ആസ്വദിക്കാൻ പോകുന്ന സമയത്ത് നമ്മളാണ് ആ കൂട്ടരെങ്കിൽ നമ്മൾ ഈ ദുനിയാവിൽ ഉണ്ടാക്കാൻ പോകുന്ന വലിയൊരു ഫിറ്റ്ന ഉണ്ട്. അതായത് ഇനി വരുന്ന സമൂഹം കാണാൻ പോകുന്നത് അപ്പൊ ഇതാ കുറച്ചും കൂടി നല്ല ദീന്. കുറച്ച് ദീനും എടുക്കുക, കുറച്ച് എൻജോയ്മെന്റ്, അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. മറ്റേത് ഞാൻ പരിപൂർണമായിട്ടൊക്കെ ദീൻ അനുസരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പിന്നെ എനിക്ക് സന്തോഷമൊന്നും ഉണ്ടാവില്ല എന്ന് ആ ഒരു വിഭാഗം കാണുകയാണ് നമ്മളെ. സുബ്ഹാനല്ലാഹ്, ഒരു കോട്ട് കണ്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതും കൂടി പറഞ്ഞ് അവസാനിക്കാം. നമ്മൾ ഇന്നൊരു തിന്മനെ നമ്മളെ എതിർത്തിട്ടില്ല എങ്കിൽ, ഇന്ന് നടക്കുന്ന ഒരു തിന്മ നമ്മളത് എതിർത്തിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? എതിർപ്പ് കേട്ട ആൾക്ക് മനസ്സിലാവും ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, പക്ഷെ എന്നാലും എനിക്ക് ചെയ്യണം എന്നുള്ളൊരു ബോധത്തിൽ അവർ ചെയ്യും. പക്ഷെ ഇനിയുള്ളൊരു ജനറേഷൻ അത് തെറ്റാണെന്ന് പോലും അവർക്ക് അറിയാത്ത വിധം അത് അവരുടെ ജീവിതത്തിന്റെ സാമൂഹികത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറും എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ എതിർക്കപ്പെടാത്ത തിന്മകൾ അല്ലെങ്കിൽ അള്ളാഹു ഹറാമാക്കിയ പലതും നമ്മൾ ആസ്വദിക്കുന്ന സമയത്ത് അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇന്ന് നമുക്കറിയാം എന്താണ് ഇതൊക്കെ തെറ്റാണ്, പക്ഷെ ഇനിയുള്ള ഒരു ജനറേഷൻ, അത് നമ്മളെ മക്കളാണെങ്കിലും ഇനിയുള്ള കാലത്തുള്ള യുവാക്കളും ചെറുപ്പക്കാരികളൊക്കെ മനസ്സിലാക്കാൻ വെച്ചാൽ ഇതൊക്കെ ദീന്റെ ഭാഗമാണ്. കാരണം ഖുറാനും ഹദീസൊക്കെ പറയുന്ന ആൾക്കാരാണ് ഈ തിന്മകളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ശരിക്കും നമ്മളെ നെഫ്സിനെ എത്രത്തോളം കെട്ടിയിട്ടാലാണ്, നെഫ്സിന്റെ ഇച്ഛകള്, തിന്മയിലേക്കുള്ള ഇച്ഛകൾ എത്രത്തോളം കെട്ടിയിട്ടാലാണ് ഇന്നത്തെ ദുനിയാവിൽ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളത് സുബ്ഹാനല്ലാഹ് വലിയ ടാസ്ക് ആണ്. എസ്പെഷ്യലി ഞാൻ കൂടെ പറയാം, നമുക്കൊക്കെ ദീന് മനസ്സിലായിട്ടുണ്ട് എന്നിട്ടും നമ്മളൊക്കെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ദീനിനെ ഇഷ്ടപ്പെടുന്ന ഒരു യുവാക്കൾ ഇനി ഒരു സമൂഹം വരുന്നുണ്ടല്ലോ. അപ്പൊ അവരെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്നേഹത്തിൽ ചേർത്ത് പഠിക്കണം, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ദീൻ എന്താണ്. ഇന്നത്തെ ദുനിയാവിൽ കുറച്ച് ജിഹാദ് ഉണ്ടാവും, നമ്മൾ ഇഷ്ടപ്പെട്ട നമ്മളെ ഫ്രണ്ട്സ് ജോളിയാക്കുന്നുണ്ടാവും, നമ്മൾ കുറച്ച് ദീനൊക്കെ അനുസരിക്കാൻ തുടങ്ങി അവരവിടെ നമ്മൾ ഒഴിവാക്കും. ചിലപ്പോൾ നമുക്ക് ഭയങ്കര വിഷമായിരിക്കും, ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ എന്താക്കി കൊടുക്കുക, ദീനിൽ അവർക്കൊരു ബ്യൂട്ടിഫുൾ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ദീന് ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ദുനിയാവിൽ അനുഭവിക്കാൻ പോകുന്ന, അതായത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമല്ലോ ദീൻ അനുസരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ട്രയൽസുകൾ വരും. അതിലൊക്കെ ക്ഷമയോടുകൂടി സ്വർഗത്തിനെ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് എന്താ പറയാ മുറുകെ പിടിച്ചു നിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവസാനമായിട്ട് ഒരു ആയത്ത് മാത്രം സൂചിപ്പിക്കാം. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും എന്നുള്ള ഒരു അടിസ്ഥാനം നമ്മൾ നമ്മളെ മക്കളുടെ ഉള്ളിന്റെ ഉള്ളിൽ അതിങ്ങനെ ഇട്ട് ഉറപ്പിച്ചു കൊടുക്കുക. കാരണം ശരിക്കും ഇന്നത്തെ ദുനിയാവിന്റെ നിറമുള്ള കളർഫുൾ എൻജോയ്മെന്റ് ലൈഫ് കാണുമ്പം ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അവരും വെമ്പും. ഈ ദീനിന്റെ വേലിക്കെട്ടുകളൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് എനിക്ക് അവരെ പോലെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, ഞാനും നല്ല ഉഷാറായിട്ട് എല്ലാരും ഒരു നമ്മൾ ലൈം ലൈറ്റിൽ നമുക്കും തിളങ്ങാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വരും. പക്ഷെ നമ്മൾ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കുക, ഇന്ന അക്രമക്കും, തീർച്ചയായിട്ടും ഏറ്റവും, ഞാൻ ആശാണ് കേട്ടോ പറയുന്നത്, ഒരിക്കലും ഡയറക്റ്റ് മീനിങ് അല്ല, ഏറ്റവും ഉത്തമൻ എന്ന് പറയാം അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമൻ അത്ഖാക്കും, അത് തഖ്വയുള്ളവര് മാത്രാണ്. ഈ എൻജോയ്മെന്റ്സും ഈ സുഖവും ഈ സന്തോഷവും ഈ ഒറ്റപ്പെടലും ഈ വിഷമം ഒക്കെ നമ്മളുടെ മരണം വരെ ഉള്ളൂ. നശിക്കാൻ പോകുന്ന ദുനിയാവിൽ ഈ അനുഭവങ്ങളും ഈ പരീക്ഷണങ്ങളും ഒക്കെ നമ്മൾ മരിക്കുന്നത് വരെ അള്ളാഹു നമുക്ക് ഈ ഒരു ടെസ്റ്റ് തരുള്ളൂ. ബാക്കി അള്ളാഹു നമ്മളെ സ്വീകരിക്കും, അള്ളാഹു നമ്മളെ ഏറ്റെടുക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ അടിസ്ഥാനം ഉറപ്പിക്കാൻ പറ്റുക, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, തഖ്വനെ മുറുകെ പിടിച്ചാൽ മതി. ഒരു പക്ഷേ ദുനിയാവിൽ നമ്മൾ അത്ര ഇകഴ്ത്തപ്പെട്ടെന്ന് വരാം ദീൻ അനുസരിച്ചതിന്റെ പേരിൽ, നമ്മളെ നെഫ്സ് ഇങ്ങനെ പടക്കുന്നുണ്ടാവും ഉള്ളിന്റെ ഉള്ളിൽ നിന്ന്. പക്ഷെ ഹോൾഡ് ഓൺ ഇറ്റ് വെരി ടൈറ്റ്ലി, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും എന്നുള്ള അവസാനത്തെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ജസാക്കുമുല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബാറക്കല്ലാഹു ഫീക്കും. അൽഹംദുലില്ലാ.
വളരെയധികം വിലയേറിയിട്ടുള്ള മൂല്യമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു തന്നതിന് ബറക്കല്ലാഹ് ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറ. അടുത്തതായിട്ട് നൗഷീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ജസാക്കല്ലാഹ് ഖൈറൻ. ഇപ്പം പറഞ്ഞ പോലെ അൽഹംദുലില്ലാഹ് അള്ളാഹുവിനെ കുറിച്ച് നമ്മളൊരു തിന്മ എന്ന ഇത് വരുന്ന സമയത്ത് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറാനും പിന്നെ എല്ലാ ഇതിലും അള്ളാഹു ഏതൊരു ഇപ്പൊ കല്യാണ സദസ്സ് അവിടെ ഈ മ്യൂസിക് ഇതെല്ലാം വരുന്നുണ്ടല്ലോ നമ്മളെ കുടുംബത്തിലെല്ലാം കല്യാണം എല്ലാം നടക്കുന്ന സമയത്തെല്ലാം അതിൽ നിന്ന് അള്ളാഹുവിനെ ഓർത്തിട്ട് അതിൽ നിന്ന് പിന്തിരിയാനും അതിൽ പെടാതിരിക്കാനും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കലുണ്ട്. ചില സമയം കുറെ ആളുകൾ കൂടുന്ന സമയത്ത് കല്യാണ സദസ്സിൽ തന്നെ അള്ളാഹുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കും. അന്നേരം അതിൽ നിന്ന് എല്ലാവർക്കും ബോധനം വരാൻ വേണ്ടിയിട്ട്. എന്നാലും എൻ്റെ അടുത്ത് തെറ്റുകൾ വരുന്നുണ്ടോ എന്നുള്ള ഒരു പേടിയും എനക്കുണ്ട്. കഴിയുന്ന പരമാവധി ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അൽഹംദുലില്ലാഹ് അള്ളാഹു കുറെ അനുഗ്രഹങ്ങൾ തന്നതിന് ഇനിയും ഇൻഷാ അല്ലാഹ് പക്ഷെങ്കിൽ എന്നെടുക്കുന്ന ഇപ്പൊ വീഴ്ച വരുന്നുണ്ടോ എന്നുള്ളൊരു ഭയപ്പാടും എനക്കുണ്ട്. അതുകൊണ്ട് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. സ്വയം ദുആ ചെയ്യണമെന്നറിയാം, ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹർഷിത മോള് പറഞ്ഞ പോലെ നമ്മള് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന ദുആയില്ലേ, അത് 5 വക്തിലെ നമസ്കാരത്തിന് ഞാൻ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അള്ളാഹു കൈവിടൂല എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഓരോ പ്രതിസന്ധികൾ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഞാൻ എപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയുന്നില്ല. അപ്പൊ അതിലെല്ലാം അള്ളാഹു എന്നെ ഓരോ വേദനകളും ഓരോ ഇതും തരുന്ന സമയത്ത് ഞാൻ അള്ളാഹു എനിക്ക് തരുന്നതാന്നുള്ള ആ അള്ളാഹുവിന്റെ കൂലി കിട്ടും എന്നുള്ള ആ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അധികം ഗുളികയും കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ കഴിക്കലില്ല. അത്രയും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ, അള്ളാഹ് തരുന്ന വേദന, അള്ളാഹ് തരുന്ന എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചിട്ടാ എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ എൻ്റെ രണ്ടാമത്തെ മോളെ കാര്യം. ഇവൻ പറഞ്ഞില്ലേ, എന്താ പറയാന്, ഒരു കുറച്ച് കൂട്ടുകാരികള് നല്ല ഈ മോഡേൺ ആയിട്ട് നടക്കുന്ന, എൻ്റെ മോള് നല്ല രീതിയിൽ മോഡേൺ ആയിട്ട് നടന്നൊരു മോളെ രണ്ടാമത്തെ മോള്. അപ്പോ ആ മോളെ ഇപ്പോ ചെറിയൊരു നമ്മളെ അള്ളാഹുവിനെ കുറിച്ച് ഭയപ്പെട്ടിട്ട് അള്ളാഹുവിന്റെ കാര്യം മാത്രം ഓർത്തിട്ട് ആ മോളിപ്പോ ഇതാക്കുന്ന. അപ്പൊ അതിങ്ങനെ ഞാൻ അള്ളാഹിനോട് ഇങ്ങനെ പറയും, അള്ളാഹു അത് നിലനിർത്തണേ, ഇനിയും മോക്ക് നല്ല രീതിയിലുള്ള ബോധനം കൊടുക്കണേ എന്ന് അള്ളാഹിനോട് ഇങ്ങനെ. അന്നേരം ഞാൻ ഒരു നിഷ്കാത് ഗ്രൂപ്പിൽ ഒരു ഹസീന ടീച്ചർ അറിയാലോ, അർഷിത മുക്കല, ഹസീന ടീച്ചറോട് ഇങ്ങനെ സംഭവം പറഞ്ഞ ടീച്ചർ പറഞ്ഞു, നിങ്ങളെ പ്രാർത്ഥനയാണ് അത്. പക്ഷെ അത് അപ്പോ അൽഹംദുലില്ലാഹ് അള്ളാഹു എന്റെ പ്രാർത്ഥന സ്വീകരിച്ചായിരിക്കും എന്നുള്ള ആ സന്തോഷം അള്ളാഹുവിനെ കുറിച്ചാണ്. അപ്പൊ അങ്ങനെ ഓരോ അനുഗ്രഹങ്ങൾ അള്ളാഹ്. പക്ഷെ എന്റെ മോളെ കാര്യത്തിൽ എനിക്ക് പേടിയും വന്നത് വെച്ചാൽ ഈ എന്താ പറയാ മോഡേൺ ആയിട്ട് നടക്കുന്ന കൂട്ടുകെട്ട്. എന്റെ മോള് ആ ഈന്ന് എന്റെ മോള് മോഡേൺ ആയിട്ടുള്ള ഇതിന് ചെറിയ മാറ്റം വന്ന അള്ളാഹുവിനോട് സ്തുതിച്ചുകൊണ്ട് അള്ളാഹു ഇനി അതിലേക്ക് മോള വീഴ്ത്തല്ലേ എന്നുള്ള ഇതാണ് ഞാൻ പറയുന്നത്. അപ്പോ ഇപ്പൊ എന്റെ ഫാമിലിയിൽ ഒരു കല്യാണം വരാൻ പോകുന്നുണ്ട്. അപ്പോ ആ കല്യാണത്തിന് മോളോട് പറയുന്ന ആ ഡ്രസ്സ് ഇടണേ ഈ ഡ്രസ്സ് ഇടണേ എന്ന് പറയുമ്പോ മോക്ക് നല്ല പേടിയുണ്ട്. മോളോട് ഞാൻ പറഞ്ഞു, മോളെ നീ ഇതിൽ തന്നെ പിടിച്ചു നിന്നോ, നീ വേറെ ആരെതും കേൾക്കണ്ട, മോക്ക് ഇഷ്ടം ഇതാണ്, അള്ളാഹു തന്ന ഒരു വലിയൊരു ഇതാ, ആ ഇതിൽ തന്നെ മോള് പിടിച്ചു നിൽക്കണം. അതുകൊണ്ട് വേറെ ഒരാളെ ഇത് മോളെ കൂടെ അള്ളാഹു ഉണ്ടാവും. അതിങ്ങനെ മുളഞ്ഞു അള്ളാഹിനോട് ഞാനും ദുആ ചെയ്യുന്നു. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. മോക്ക് നല്ല ശക്തമായ രീതിയിൽ എല്ലാ മക്കൾക്കും, എൻ്റെ മോക്ക് മാത്രമല്ല, നിലനിർത്താൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല പേടിയുണ്ട്. ഈ ദുനിയാവ് എന്ന് പറഞ്ഞ ഈ പറയുന്ന ഞാനായാലും എനക്കും എന്താ പറയാന് അള്ളാഹുവിനെ കുറിച്ച് ഇതുവരെ ഈ നിമിഷം വരെ അള്ളാഹു എന്ന ഇതല്ലാണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ എന്താ പറയാ, എനിക്ക് പറയാൻ വാക്കുകളില്ല. അള്ളാഹുവിന്റെ ഓരോ അനുഗ്രഹങ്ങൾ, അള്ളാഹു തരുന്ന ഓരോ പ്രയാസങ്ങൾ തരുന്ന സമയത്ത് ഞാൻ അത് അള്ളാഹു എനിക്ക് ശരിക്കും എന്താ പറയാൻ വാക്കുകളില്ല. പറയാന് എന്താ പറയാന് എനിക്ക് അള്ളാഹുവിനെ കുറിച്ച് പറയാന് വാക്കുകളില്ല. എനിക്ക് ശരിക്കും ഓരോ പ്രതിസന്ധിയിൽ നിന്ന് അള്ളാഹു എന്നെ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ഇനിയും കുറെ പറയണമെന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈർ. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറ. ഇൻഷാ അല്ലാഹ് ബനാത്ത് സ്റ്റുഡൻസ്
ഇൻഷാല്ലാ അവർക്കൊരു അവസരം നൽകാണ് ഇൻഷാല്ലാ. അവരറിഞ്ഞിട്ടുള്ള എന്താണ് അവര് മനസ്സിലാക്കിയിട്ടുള്ള അവരുടെ റബ്ബിനെ പറ്റിയിട്ട് പറയാൻ ഒരു അവസരം നൽകുകയാണ് ഇൻഷാല്ലാ. ബനാത്തിലെ സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ പറഞ്ഞോളിട്ടോ. മക്കളെ കൂടുതലും മോന് ഇന്നലെ ഞാൻ ഖുർആൻ ക്ലാസ് കേൾക്കുമ്പോൾ, ജമീല ടീച്ചറെ ഖുർആൻ ക്ലാസ് കേൾക്കുമ്പോൾ എനിക്കും സ്വർഗത്ത് 16 വയസ്സായില്ല. ഇങ്ങനെ കേൾക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ കുത്തിരത്തി കളിച്ചൂടെ, ഞാൻ 16 വയസ്സായില്ല, എല്ലാം അതാനറിയാം. സുഖത്ത് വന്നാലും അവിടെ എല്ലാം പ്രാർത്ഥിച്ചില്ലെങ്കിൽ പറയും മോന്. മാഷാ അല്ലാ ഒക്കെ നിർത്തി ജീവിതം ഭയങ്കര ബേജാറാവുകയും ചെയ്യാം. ആവുന്നുണ്ടോ? ലൈലത്തെ പറയുന്നത് ക്ലിയർ ആയിട്ടോ. ജസാക്കല്ലാഹു ഖൈർ. ഇൻഷാല്ല സലീഷത്തെ പറഞ്ഞ പോലെ ബനാത്തിലെ മക്കൾക്കുള്ള ചാൻസ് ആണ്. സുബ്ഹാനല്ലാ, എത്രമാത്രം ഇതില് ഉമ്മമാരും നിങ്ങളെ അനിയത്തിമാരൊക്കെ ഉണ്ട്. നമ്മളൊക്കെ കാത്തു നിൽക്കാണ്. ബനാത്തിലെ സ്റ്റുഡൻസ്, അവർക്ക് ആർക്കും റബ്ബിനെ പറ്റിയിട്ട് ഒന്നും പറയാനില്ല. നിങ്ങളെ റബ്ബിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊന്നും പറയാനില്ല? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹ്ലൻ, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അർഷദ വലുമൊക്കെ അറിയാലോ അല്ലേ? നിങ്ങൾ എന്നോട് അന്ന് ഒരിക്കൽ സംസാരിക്കാൻ പറഞ്ഞിരുന്നു, പക്ഷെ സമയം കിട്ടിയില്ല. സുബ്ഹാനല്ലാഹ്. ബനാത്ത് 6-ലെ വിദ്യാർത്ഥിയാണ്. അൽഹംദുലില്ലാ. പിന്നെ അദ്ദാവത്തുൽ സ്ഥിരം പ്രേക്ഷക. സുബ്ഹാനല്ലാഹ്. ആദ്യമായിട്ടൊരു അവസരം കിട്ടിയപ്പോൾ ആദ്യം തന്നെ സംസാരിക്കണം എന്ന് തോന്നി. പിന്നെ സംസാരിക്കില്ല കേട്ടോ, പിന്നെ കേൾവിക്കാരിയാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് സുബ്ഹാനല്ലാഹ്, ആദ്യം തന്നെ ജസാക്കുമുല്ലാഹു ഖൈറ. ഈ ഒരു അവസരം നമുക്ക് ഉണ്ടാക്കി തന്നതിന് റബ്ബിനോട് ശുക്ർ ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഡെയിലി സുബ്ഹാനല്ലാഹ് ഓരോരോ മാറ്റങ്ങൾ ഉണ്ടാക്കി തരുന്നതിന് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതിന് നമുക്ക് ഓരോരുത്തർക്കും അത് കേൾക്കാനുള്ള ഒരു അവസരം റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി തന്നു എന്നുള്ളതാണ്. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആലയായിട്ട് സെലക്ട് ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിന് പറ്റുള്ളൂ. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ പറ്റി ഒന്നും പറയാനില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഹിഫ്ദ് പഠിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുകയാണ്. അള്ളാഹു ഹദീസുകളിൽ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അള്ളാഹുവിനോട് സംസാരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, നിസ്കരിച്ചാൽ മതി. അള്ളാഹുവിൻ്റെ വാക്കുകൾ കേൾക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഖുർആൻ ഓതിയാൽ മതി. അപ്പം ആ ഒരു 2 കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ കണ്ടിന്യൂസ്ലി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഈ ഒരു ഇത്തിബാ സുന്നയും അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള ഇഷ്ടവും നിരന്തരമായിട്ട് നിലനിൽക്കും എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഞായറാഴ്ച ചില സമയങ്ങളിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ തോന്നും, റഹ്മത്തിന്റെ നോട്ടം എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളത്. ഞാനത് വല്യമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് പലപ്പോഴും. പല കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇവിടുന്ന് കേൾക്കുന്ന പല കാര്യങ്ങളും, നമ്മൾ സ്കൂൾ വിദ്യാർത്ഥികളാണ്. ചില സഹോദരിമാര് വെർച്വലാണ് പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും ചോദിക്കാറുണ്ട് അവിടെയുള്ള അർഷദ മലിമാനെ പറ്റിയിട്ടും അവിടെയുള്ള ടീച്ചേഴ്സിനെ പറ്റിയിട്ടും. അപ്പം അവർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് ഇതിലേക്ക് അടുക്കാനും ദീനിലേക്ക് കൂടുതലായിട്ട് ആഴ്ന്നിറങ്ങാനും വേർച്വലിലേക്ക് വരാനുള്ള ആഗ്രഹം ഉണ്ടാക്കി തീർക്കുകയാണ്. നമ്മളൊരു പാലാണ്. ഒന്ന് അവിടുന്ന് നമ്മൾ ഹൈറ് കിട്ടിയിട്ട് ആ ഹൈറ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുമ്പം നമ്മൾ എത്തിച്ചു കൊടുത്ത ഹൈറ് അവർ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കൂലി കിട്ടണം. അപ്പം ആ ഒരു അവസരം എല്ലാവരോടും പറയാനുള്ളത് അതാണ്. കാരണം നമുക്ക് കിട്ടിയ അവസരത്തിന്റെ വില നമുക്ക് നഷ്ടപ്പെടുമ്പോഴേ അറിയുള്ളൂ. അത് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോടുള്ള കൂറ് നമുക്ക് പുലർത്താൻ പറ്റിക്കൊള്ളണം എന്നില്ല. എന്നിരുന്നാൽ പോലും നമുക്കൊരു ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് തരും. കാരണം ഒരു ഒന്നൊന്നര ജിഹാദാണ് സത്യം പറഞ്ഞാൽ ഖുർആൻ പഠനം എന്ന് പറഞ്ഞാൽ. അതും അതിലേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇവിടെ പഠിപ്പിക്കുന്നവരാണെങ്കിലും നമ്മൾ പഠിക്കുന്ന വിഷയത്തിനോടാണെങ്കിലും ഒക്കെ. പക്ഷേ
ഈ ദുനിയാവിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ ഒരു രീതിയിൽ നമുക്ക് നിൽക്കാൻ പറ്റി എന്നുള്ളത് തന്നെ അള്ളാഹുവിന്റെ വലിയ തൗഫീഖാണ്. ഏഹ് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കാരണം ഖുർആൻ ഇല്ലായിരുന്നെങ്കിൽ, ഇങ്ങനെ എനിക്ക് പഠിക്കാനുള്ള അവസരം ഇല്ലായിരുന്നെങ്കിൽ, എനിക്ക് കുറച്ച് ശാരീരികമായിട്ട് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും ആ ഒരു അവസരം എനിക്ക് ഇല്ലായിരുന്നെങ്കിൽ ആ ഒരു വിഷമത്തിൽ ആൾക്കാർ പറയുന്നതിൻ്റെതൊക്കെ ആലോചിച്ചിട്ട് ഞാൻ ആൾക്കാരെ പിന്നിൽ കൂടെ നടക്കുമായിരുന്നു. എത്രമാത്രം വിഷമിക്കുമായിരുന്നു ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞെന്ന് വെച്ചിട്ട്. പക്ഷെ എനിക്ക് എൻ്റെ റബ്ബ് മതി എന്നുള്ള ആ ഒരു ചിന്ത അല്ലെങ്കിൽ അതിലേക്ക് അടുപ്പിക്കുന്ന ആൾക്കാരോടുള്ള സ്വഹബത്ത് മതി എന്നുള്ളൊരു ചിന്ത മാത്രമാണ് എന്നെയൊക്കെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്. സുബ്ഹാനല്ലാഹ്. ഇപ്പം 4-5 വർഷമായി അൽഹംദുലില്ലാ ടീച്ചറിന്റെ ഒരു അംഗമാണ്. എല്ലാ മേഖലയിലും വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അൽഹംദുലില്ലാ വളരെ മനോഹരമായിട്ടുള്ളൊരു ലൈഫാണ്. സുബ്ഹാനല്ലാഹ് 24 മണിക്കൂർ എങ്ങനെയൊക്കെ എൻഗേജ് ചെയ്ത് വെക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ എൻഗേജ് ചെയ്ത് വെക്കാൻ നമ്മൾ ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. ടീക്കിലല്ലാത്തവരും ഒക്കെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ടി ക്യുവിന്റെ വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള ഒരു അവസരമായിരുന്നു ആദ്യമൊക്കെ ഇത്. പിന്നീട് അതങ്ങനെ വളർന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ് എത്ര പേരാണ് ഇന്നത്തെ ഈ ഒരു ജൽസയിൽ പങ്കെടുത്തിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആലയായിട്ട് നമുക്ക് ഓരോരുത്തർക്കും അവസരം തരികയാണ്. അതിനെ നന്നായിട്ട് ഉപയോഗപ്പെടുത്താനും അത് അള്ളാഹു സുബ്ഹാനഹു തആല ഇഖ്ലാസുള്ള ഒരു അമലാക്കി തീർക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ട് ഇതുപോലെ തന്നെ ഇഖ്ലാസോട് കൂടി പ്രവർത്തിക്കാനും അതിൽ നിന്ന് ഫായിദ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു. ജസാക്കുമുല്ലാഹു ഖൈറ. ബാറക്കല്ലാഹു ഫീക്കും. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തത് ബാറക്കല്ലാഹു ഫീക്കും. ഇൻഷാല്ലാ നെക്സ്റ്റ് സെൽബി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ സൗണ്ട് ക്ലിയർ ആവുന്നുണ്ടോ? എനിക്ക് ത്രോട്ട് ഇച്ചിരി പ്രശ്നമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അൽഹംദുലില്ലാ സൗണ്ട് ക്ലിയർ ആണ് സർ. ക്ലിയർ ആണ്. ഞാൻ കുറച്ച് നാളായി ഈ ക്ലാസ്സിൽ കയറാൻ തുടങ്ങിയിട്ട്. എപ്പോഴും അർഷ നമ്മൾ പറയാൻ നേരത്ത് എനിക്ക് സംസാരിക്കാൻ അറിയില്ല എനിക്ക് പറ്റില്ല എന്നൊരു തോന്നലായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് പറയണം തോന്നി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ആഗ്രഹമാണ്. ഈ ക്ലാസ് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സുകൾ പ്രത്യേകിച്ചും അപ്പം ഇന്ന് ഞാൻ ഉറങ്ങിപ്പോയിട്ട് അലാറം വെച്ചിരുന്നെങ്കിൽ പോലും ഒന്ന് ഉറങ്ങിപ്പോയിട്ട് 8 മണിയായപ്പോൾ എനിക്ക് കയറാൻ പറ്റുള്ളൂ. അല്ലാഹുവേ അൽഹംദുലില്ലാ. എങ്ങനെ പറയണമെന്നറിയില്ല. പക്ഷെ കയറിയപ്പോൾ മുതൽ ഇന്നത്തെ ക്ലാസ് മിസ്സായിരുന്നെങ്കിൽ എനിക്ക് വല്ലാത്തൊരു നഷ്ടമായി പോയേനായിരുന്നു. എനിക്ക് ഒരു 53 വയസ്സായി. ഞാൻ വളരെ കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ. പേരിന് മാത്രമേ ഞാൻ മുസ്ലിം ആയിരുന്നുള്ളൂ. ഓതും നിസ്കരിക്കും വല്ലപ്പോഴും ഓതും നിസ്കരിക്കുന്നല്ലാതെ അള്ളാഹുവിനെ ഇത്രയും അടുത്തറിഞ്ഞത് ഇപ്പോൾ വളരെ കുറച്ച് നാളുകളായിട്ടാണ്. അപ്പോൾ ഞാൻ വേറൊരു ഖുർആൻ ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ക്ലാസ്സിലുള്ള ഹസീനയാണ് എനിക്കിത് ലിങ്ക് ഇട്ട് തന്നതിൽ കയറാൻ തുടങ്ങിയത്. അൽഹംദുലില്ലാ. അപ്പം എനിക്ക് അധികമൊന്നും വിശദമായിട്ട് പറയാൻ അറിയില്ല. എന്നാലും നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിരിക്കും. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഇന്നത്തെ എൻ്റെ ക്ലാസ്. എങ്ങനെയാണ് എനിക്കിപ്പോൾ കൂടുതൽ പറയേണ്ടതെന്ന് അറിയില്ല. നമ്മളിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുക, ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വരാൻ വേണ്ടി ദുആ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. അള്ളാഹു നമുക്കതിനുള്ളത് തരും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്നുവെച്ചാൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ക്ലാസ്സുകളാണ് നമുക്ക് ആ തെറ്റിൽ നിന്നൊക്കെ മോചനം കിട്ടി ഇനിയൊരു തെറ്റിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സുകളാണ്. അത് നമ്മളെപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകളെ മായ്ച്ചു കളയാനും ഇനിയൊരു തെറ്റിലേക്ക് പോകാതിരിക്കാനും പറ്റുള്ളൂ. പിന്നെ എനിക്ക് വേറെ ഒരുപാട് മോട്ടിവേഷനുള്ള ക്ലാസ്സുകളാണിത്. എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, എനിക്ക്
അർഷദ ഉസ്താദിയോട് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഒരു സമയം കിട്ടുമെന്ന് അറിയാനായിരുന്നു. പിന്നെ അതുകൂടാണ്ട് ഈ ക്ലാസ്സിന്റെ മുഴുവനായിട്ടുള്ള ഒരു റെക്കോർഡിങ്സ് എനിക്ക് കിട്ടിയാൽ കൊള്ളായിരുന്നു. അപ്പോ നിങ്ങള് എന്താണ് നമ്മളെ ഗ്രൂപ്പിലില്ലേ നിങ്ങള് ഇൻഷാല്ലാ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പില് ദഅവത്തുൽ ഗ്രൂപ്പില് മെയിൻ ഗ്രൂപ്പില് ഇൻഷാല്ലാ റെക്കോർഡിങ് വരും. പിന്നെ ഇൻഷാല്ലാ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഇൻഷാല്ലാ ജസാക്കല്ലാഹു ഖൈർ. എനിക്ക് എൻ്റെ മക്കൾക്കും ഈ ക്ലാസ്സിനെ കുറിച്ച് ക്ലാസ്സിൽ ചേർക്കാനും എനിക്കിപ്പോ ഇത്രയും പ്രായമായി എനിക്കും ചേർന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനായിരുന്നു. എന്തായാലും ഈ ക്ലാസ്സിൽ എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് എത്തിച്ചു തന്നു, എനിക്ക് കയറാൻ പറ്റി. ഒരുപാട് അള്ളാഹു തആല നിഅമത്തുകൾ ഞാൻ ലൈഫിൽ അറിഞ്ഞതാണ്. നമ്മൾ ദുആ അനുസരിച്ച് നമ്മളിങ്ങനെ അള്ളാഹു ഇങ്ങനെ കരുതലോടെ കാക്കും. ഇനിയും എന്തെന്നും അള്ളാഹു എത്തിച്ചു തരട്ടെ, എല്ലാവർക്കും എത്തിച്ചു തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് റബ്ബനാ തഖബ്ബൽ മിന്നാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. وعليكم السلام ورحمة الله وبركاته. جزاكم الله خير. الله يعطيكم الصحة والعافية. لا بأس الطهور إن شاء الله. إن شاء الله شينتا أو سانكتر شينتا. ഷൈനിത്ത ബൈ മിസ്റ്റേക്ക് ഹാൻഡ് റൈസ് ചെയ്താ ഒന്ന് ഷൈനിത്താക്ക് പറയാൻ പറ്റും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വാലൈക്കും അയ്യോ, സലാം. അൽഹംദുലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നിപ്പോ മൈക്ക് ഓൺ ആക്കാനും ബുദ്ധിമുട്ട് തോന്നി, ആഗ്രഹമുണ്ട് പറയാന്. ക്ലാസ്സിൽ ലേറ്റ് ആയി, എല്ലാം എന്താ അറിയില്ല. ജോയിൻ ചെയ്യണവരെ നമ്മൾ എന്ത് ചെയ്യും? അതല്ല അതാ പറഞ്ഞ, എല്ലാം അള്ളാഹു ഒരു താമസം തന്നു. ഇപ്പം മൈക്ക് ഓണാക്കാൻ പറഞ്ഞാലും താമസം, എന്താ അറിയില്ല. അള്ളാഹുവിന്റെ വിധി എന്താന്നുള്ളത് അറിയില്ല. ക്ലാസ് മിസ്സായോ എന്നുള്ള രീതിയിൽ കയറിയാതെ, പക്ഷെ അടിപൊളി എന്ന് പറഞ്ഞാല് അടിപൊളി ക്ലാസ്. അർഷദ മാമിന് അധികം സന്തോഷം തന്ന രീതിയിലുമാണ്. മിസ്സിന്റെ ക്ലാസ്സിനെക്കാട്ടി നല്ല ക്ലാസ് ആയിരുന്നു ബാക്കിയുള്ള വിലയിരുത്തലുകള്. അൽഹംദുലില്ലാഹ്, നമ്മളൊക്കെ എത്രയോ ചെറുതാണ്. ക്ലാസ്സിന് അവസരം തന്ന അള്ളാഹുവിന് അൽഹംദുലില്ലാഹ്. ഓരോന്നും ചിന്തിക്കേണ്ട വിഷയങ്ങളായിരുന്നു ഓരോ സെക്കൻഡും. ഇന്നത്തെ ക്ലാസ് നമ്മളെ ജീവിതം എന്താന്നുള്ളത് അറിയൂല. നമ്മൾ കുറച്ച് ദീനില് നിൽക്കുന്ന എന്താ, അതിന്റെ എത്ര പെർസെൻറ്റേജിലാണ് ജീവിക്കുന്നത് എന്നുള്ളത്. സന്തോഷാണോ സങ്കടമാണോ എന്ന് പറ്റാത്തൊരു തരം വല്ലാത്തൊരു ക്ലാസ് ആയിരുന്നു ഇന്ന്. ആ പേരറിയില്ല. ഇന്ന് ഓഡിയൻസ് വന്നവരും ഗ്രൂപ്പിലുള്ളവരും ഓരോ വിലയിരുത്തലുകളൊക്കെ കേട്ടപ്പം അർഷദ മിസ്സിന്റെ ക്ലാസ് അതിനോളം മുകളിലോട്ട് പോയോന്ന് സംശയം തോന്നി. അൽഹംദുലില്ലാഹ്, കാരണം ആളുകളൊക്കെ ചിന്തിച്ചു തുടങ്ങി ദീന്. പക്ഷെ എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളത് വളരെ സങ്കടമുണ്ട് എനിക്കൂട്ടോ. എൻ്റെ ജീവിതം അൽഹംദുലില്ലാഹ് എല്ലാ മേഖലയിലും അള്ളാഹു ബർക്കത്ത് തരുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. പക്ഷെ ഇതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നല്ലത് തരുമ്പോൾ നല്ലതാണോ ചീത്തതാണോ എന്ന് മനസ്സിലാക്കാൻ ഇപ്പം പ്രയാസമായി തുടങ്ങി. ഒരു കാര്യം പോയാൽ ചിലത് അള്ളാഹു ഇത് ചെയ്യുമെന്ന് പറയുന്നത് അപ്പം തന്നെ ഇത് ചെയ്യരുത് എന്നും പറയുന്നത്. ഡിസിഷൻ എടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ പറയാനുള്ള നബി ചര്യകൾ ഫോളോ ചെയ്യുന്നതിനെ പറ്റി ക്ലാസ് വന്നപ്പോൾ ഇന്നത്തെ ഇതില് നമ്മളിപ്പം നോമ്പുകൾ തന്നെ പലതരത്തിലുള്ള നോമ്പ്, എന്താണ് പെരുന്നാള് പല ദിവസങ്ങളില്. അപ്പൊ നമ്മൾ ഏത് പിൻപറ്റണം? പെരുന്നാള് പോലും 2 പെരുന്നാളാവുമ്പം ഞാൻ നോക്കുന്ന നോമ്പ് സ്വീകരിക്കോ പെരുന്നാള് സ്വീകരിക്കോ. കാരണം ഒരിക്കലും പെരുന്നാൾ നമ്മൾ നോമ്പെടുക്കാൻ പാടില്ല എന്നുള്ളതാണല്ലോ. പക്ഷെ ആ സമയത്ത് ഞാൻ എടുത്തു പോയോ, നോമ്പെടുക്കണോ എന്നുള്ള പല സംശയങ്ങളാണ്. പക്ഷെ അതില് ആ വിഷയത്തിലൊന്നും എന്ത് ചെയ്യേണ്ടതില്ല. അഥവാ അല്ല വ്യക്തിയുടെ അതിലല്ല ആരോഗ്യ സുന്നത്തി റസൂലുള്ളാഹിന്റെ സുന്നത്തി ഇൻഷാ അല്ലാഹ്. അതില് മുഅല്ലിമ പറഞ്ഞല്ലോ, ആ സുന്നത്ത് നമ്മൾ ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം എന്ന് പറഞ്ഞല്ലോ. പക്ഷെ നിസ്കാരവും നോമ്പും വരുമ്പോ സംശയം വരുന്നുണ്ട്. അപ്പൊ സാധാരണ നമ്മൾ ഇപ്പൊ തിങ്കൾ വ്യാഴം ചെയ്യുന്ന പോലെ നമുക്ക്
നോമ്പെടുക്കാൻ പറ്റല്ലോ എന്നുള്ള രീതിയിൽ നോമ്പെടുക്കുകയാണ്. അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് അറിയില്ല. പിന്നെ രാത്രി നിസ്കാരങ്ങളിൽ തന്നെ വിത്തർ നിസ്കരിച്ചിട്ട് നമ്മൾ നിസ്കരിക്കാൻ പാടില്ല, അറിയില്ല. എന്റെ അഭിപ്രായമാണ് കേട്ടോ. ഇൻഷാല്ല ഷൈനിത്ത, അതെന്താന്നറിയോ, ഫിഖഹിയായിട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. ഇൻഷാല്ല അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഖൈർ എന്ന് പറയുന്നത് അതിന്റെ ഉലമാക്കൾ, അത് നിങ്ങൾക്കിപ്പം അതിനറിയുന്ന പണ്ഡിതന്മാരുണ്ടാവും, നിങ്ങൾക്ക് അറിയുന്ന അവരുമായിട്ട് അഭിപ്രായം നടത്തുക. അതേപോലെ തന്നെ ഇൻഷാ അള്ളാ ഇനി നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട സംശയം ഉണ്ടെങ്കിൽ ഇതിന്റെ എന്താണ് ഉത്തരവാദിത്തപ്പെട്ടവർ, ഇപ്പൊ സലീഷത്തെ സംസാരിച്ചു, ഇതിന്റെ അഡ്മിൻ പാനലിലുള്ളവരുണ്ട് ആ ഗ്രൂപ്പില്, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അവർക്കും മെസ്സേജ് അയക്കാം. ഇൻഷാ അള്ളാ കൃത്യമായിട്ട് നമുക്കൊരു ഉത്തരം കിട്ടുകയാണെങ്കിൽ ബിഇദ്നില്ല നമ്മൾ എന്ത് ചെയ്യും, അയച്ചു തരാം ഇൻഷാ അള്ളാ. ജസാക്കുമുല്ലാഹു ഖൈറൻ ഷൈനിത്ത, ബാറക്കല്ലാഹു ഫീക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സബബാക്കുകയാണ് നിങ്ങൾക്ക്, നമുക്ക് എല്ലാവർക്കും ഈ ഖൈർ എത്തിക്കാൻ വേണ്ടി. ഓരോ ആയകളായാലും ഓരോ വിഷയങ്ങളായാലും അത് പറയുന്നതിനേക്കാൾ നമുക്ക് ഉപകാരം എടുക്കാൻ, കേൾക്കുന്നതിനേക്കാൾ നമുക്ക് ഉപകാരം എടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ഒരു സെഷൻ നമുക്ക് എങ്ങനെയാണെങ്കിൽ ഇവിടെ അവസാനിപ്പിക്കാം എന്ന് കരുതാണ്. ഇത്രയും മിസ്സേ, ഒരു സംശയം കൂടി. ഒരു വിശ്വാസിനി എന്നുള്ള രീതിയിലാണ് ഇന്ന് ക്ലാസ് എടുത്തത്. അതിൽ ചിന്തിച്ചു നോക്കുമ്പോ നമ്മൾ ഏത് ഗണത്തിൽ പെടും എന്നുള്ളത് സംശയം ഭയങ്കരായിപ്പോയിന്ന്. അല്ലാഹു അക്ബർ. അതാ പറഞ്ഞത്, നമ്മളെ വിചാരണ ചെയ്യാൻ ലേറ്റ് ആയിട്ടുണ്ട്, ഇനി നേരം വൈകാൻ പറ്റൂല. അല്ല, അതിൽ ഏത് ഇതില് അങ്ങനല്ല, നമ്മളിപ്പോ ഒരു പുറത്തേക്ക് തന്നെ പോയി തുടങ്ങാൻ പോവാതിരിക്കാൻ വയ്യ, പക്ഷെ പുറത്തേക്ക് പോകുന്തോറും നമ്മള് ഈമാൻ കുറയുന്നു. അതിനൊരു ഒരൊറ്റ എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. അഥവാ ഷൈനിത്തെ കയ്യിൽ ഇപ്പം അടുപ്പത്ത് നിന്ന് എന്ത് ചെയ്യാ, നിങ്ങള് അടുപ്പ് യൂസ് ചെയ്യുന്നുണ്ടാവല്ലോ, നല്ല കനലുള്ള ഒരു കഷ്ണം കനലെടുത്തിട്ട്, ഒരു കഷ്ണം ചിരട്ടന്റെ കഷ്ണോ മടലിന്റെ കഷ്ണത്തെ കൈവെള്ളയിൽ എടുത്തിട്ട് ഇവിടെ നടന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? നല്ല രസം ഉണ്ടാവൂലേ? അതേമാതിരിയാണ് ഈ സമയത്ത് ഒരു മുഅ്മിന് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കൈവെള്ളയില് ചുട്ടിട്ടുള്ള കനല് മുറുക്ക പിടിക്കുന്ന ഒരാളവസ്ഥ എന്താവും? വേണമെങ്കിൽ ഇന്ന് അത് വേണമെങ്കിൽ സ്വന്തം റിസ്കിൽ എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാം. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഉണ്ടാവുക എന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ്, നമുക്ക് ഷൈനിത്ത മൈക്ക് മ്യൂട്ടാണ്. 2K കിഡ്സിന് അതിന് ഓപ്ഷൻ ഉണ്ട്. ആ കനല് നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് പലതരത്തിലുള്ളതില്ലേ. കൈ പൊള്ളാതിരിക്കാനുള്ള ഓപ്ഷനിൽ അവർ ആ കനലെടുത്ത് നടക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാരും ഇസ്തിഖാമത്തോടു കൂടി നിലനിർത്തട്ടെ. ആമീൻ യാ റബ്ബ്. ജസാക്കുമുല്ലാഹു ഖൈറ. ഇത്രയും നേരം സംസാരിച്ച ഓരോരുത്തരാണെങ്കിലും ഇത് സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനെ പറ്റി പറയുന്ന ഒരു ഹദീസ് ഇതിൽ ശേഷിക്കുന്നവരുടെ അടുത്ത് ഞാൻ പങ്കുവെക്കട്ടെ. അള്ളാഹുവിനെ ഒരു സദസ്സിൽ വെച്ച് നിങ്ങൾ ഓർക്കുന്ന പക്ഷം അതിനേക്കാൾ നല്ല സദസ്സിൽ നിങ്ങൾ അള്ളാഹു ഓർക്കുന്നുള്ള മുത്തഫഖുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമ്മുടെ മുൻപിലുണ്ട്. ആ ഒരു അവസരം ഓരോരുത്തരും മുതലെടുക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും നമ്മുടെ അമലുകളൊക്കെയും സ്വീകരിക്കുമാറാവട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ. ബാറക്കല്ലാഹു ഫീക്കും. أقول قولي هذا فاستغفر الله لي ولكم ولسائر المسلمين فاستغفروا إنه هو الغفور الرحيم. جزاكم الله خيرا. إن شاء الله അടുത്ത സെഷൻ അടുത്ത സൺഡേയില് പുതിയ ബിഇദ്നില്ലാ ശരിയാ സ്റ്റുഡൻസിൽ പെട്ടിട്ടുള്ള അടുത്തൊരു സ്റ്റുഡന്റ് ആയിരിക്കും. അപ്പൊ മാക്സിമം നമ്മുടെ ലിങ്ക് സിസ്റ്റേഴ്സിന്, നിങ്ങൾ സ്ത്രീകൾ മാത്രമാണ് ഷെയർ ചെയ്യുക. ഈ ഒരു ഖൈർ നിങ്ങൾ നൽകണം. അതുപോലെ തന്നെ ജോയിൻ ചെയ്യാൻ കൂടി പറയണം. ഇൻഷാല്ലാ ടീംസിലേക്കൊക്കെ മാക്സിമം നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക, നിർബന്ധിക്കരുത് ആരെയും. ഇൻഷാല്ലാ ഇഷ്ടത്തോടു കൂടി അവരെല്ലാരും ജോയിൻ ചെയ്യട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നന്മയിൽ മുന്നേറുന്നതിൽ ഉൾപ്പെടുത്തട്ടെ. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته.